ഈ ലോകത്തിൽ 9 മുഖങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ 9 വ്യക്തിത്വമുള്ള ആളുകൾക്കും ഒരു സെപ്പറേറ്റ് മുഖം മൂടി വേറെ ഉണ്ടാവും. ഇപ്പൊ ഇവനെന്താ അങ്ങനെ അവളെന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നതിന് പകരം അവനും അവളും അങ്ങനെ അവരങ്ങനെ ഏതുകൊണ്ടാണ് എന്ന സ്വഭാവം എങ്ങനെയാണ്, പ്രകൃതം അങ്ങനെയാണ്. ആ വ്യക്തിനെ എനിക്ക് ഇങ്ങനെ വേണം, അതായത് ഇന്ന നെഗറ്റീവ്സ് പാടില്ല, ഇത് പാടില്ല, അത് പാടില്ല. നെഗറ്റീവ്സ് മാത്രമുള്ള ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞ ഒരാളില്ല. നമ്മളൊരു എത്ര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു നല്ല വശം. സ്കൂളിൽ ടൂർ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും തൻ്റെ അടുത്തുള്ള കുറെ സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക, പീപ്പിൾ പ്ലീസിംഗ് എന്നൊക്കെ പറയില്ലേ, ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതിൽ അവർക്ക് വല്ലാത്തൊരു തരം സന്തോഷം. ഓടിച്ചാടി നടക്കുക, ഇരിക്കുന്നവരെ എണീപ്പിച്ചിട്ട് ഡാൻസ് കളിപ്പിക്കുക, ഫുള്ള് ഡ്രൈവറിന്റെ അടുത്ത് കമ്പനി ആകുക, ക്ലീനറിന്റെ അടുത്ത് കമ്പനി ആകുക. പല സിനിമകളിലും കാണാറുണ്ടല്ലോ അങ്ങനെ ഒരു കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. സ്പടികം എന്ന് പറയുന്ന സിനിമയിലുള്ള തിലകന്റെ ക്യാരക്ടറാണ് അല്ലെ, ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ്, ഭയങ്കര ചിട്ടയുള്ള ആ ഒരു ടീച്ചറിനെ എല്ലാവർക്കും പേടിയാണ്. ഹായ്, ഇറ്റ്സ് മീ റാഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൻ്റെ 9 മുഖങ്ങളാണ്. ഈവൻ ഫാമിലിയിലാണെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിലാണെങ്കിലും നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. ഇവർക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖമുണ്ട്. ആ മുഖമെന്ന് പറയുന്നത് മനസ്സിൻ്റെ മുഖമാണ്, അതായത് വ്യക്തിത്വത്തിൻ്റെ മുഖം. ഈ വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബെവിൽ സാറാണ്. സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ് സാർ. നമസ്കാരം, എൻ്റെ പേര് ബെവിൻ. ഞാൻ അന്തർസേതു ലൈഫ് അക്കാദമിയുടെ ഫൗണ്ടറാണ്. നമ്മുടെ മോട്ടോ വളരെ സിമ്പിളാണ്. വി ഹെൽപ്പ് പീപ്പിൾ കണക്ട് വിത്ത് ദെയർ ഇന്നർ റിസോഴ്സ്ഫുൾ സ്റ്റേറ്റ്. നമുക്ക് എല്ലാവർക്കും ഒരു റിസോഴ്സ്ഫുൾ സ്റ്റേറ്റ് ഉണ്ട്, അതിലോട്ട് നമ്മൾ തിരിച്ച് റീകണക്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ മോട്ടോ. എനിക്ക് കുറേ നാളായിട്ടുള്ളൊരു സംശയമാണ്, നമ്മുടെ ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത് സ്റ്റേബിൾ ആണോ അതോ നമുക്കതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ? ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഈ പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത് എന്ന് പറയേണ്ടതുണ്ട്. അതായത് നമ്മുടെ പേഴ്സണാലിറ്റീൻ്റെ തുടക്കം എന്ന് പറയുന്ന ഒരു 40% നമ്മുടെ ജെനറ്റിക് ആണെങ്കിൽ 60% നമ്മുടെ എൻവയോൺമെൻ്റ് ആണ് നമ്മുടെ പേഴ്സണാലിറ്റീനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് പേഴ്സണാലിറ്റീൻ്റെ ഒരു അടിത്തറ ബിൽഡ് ചെയ്യുന്നത് ഈ ഒരു പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നത് പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പേഴ്സണാലിറ്റീനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും നമുക്കൊരു ബേസിക് നാച്ചർ എന്ന് പറയുന്നത് സ്റ്റേബിളായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. ഇതിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് സിറ്റുവേഷനിലായിട്ട് പല മാറ്റങ്ങളും വരാം. ബേസിക് പേഴ്സണാലിറ്റി എപ്പോഴും സ്റ്റേബിളായിരിക്കും. ബേസിക് പേഴ്സണാലിറ്റി എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബേസിക് പേഴ്സണാലിറ്റി സ്റ്റേബിൾ ആണെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു കുട്ടി വളർന്നു വരുമ്പോൾ ഇൻട്രോവേർട്ടായിട്ട് തന്നെ നിലനിൽക്കുമോ? അതല്ല എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടി വളർന്നു വരുമ്പോൾ എക്സ്ട്രോവേർട്ടായി മാറുമോ? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു പഠനം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റിസൾട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈൽഡ്ഹുഡിൽ എക്സ്ട്രോവേർട്ട് ആയിരുന്ന ഒരു കുട്ടി എന്ത് ചെയ്തു, ഒരുപാട് കുട്ടികളെ വെച്ച് പഠനം നടത്തി. ഈ ചൈൽഡ്ഹുഡിൽ എക്സ്ട്രോവേർട്ട് ആയിരുന്ന കുട്ടികളൊക്കെ ഫ്യൂച്ചറിൽ ഇൻട്രോവേർട്ടായി. അതേപോലെ തന്നെ ചൈൽഡ്ഹുഡിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഫ്യൂച്ചറിൽ എക്സ്ട്രോവേർട്ടായി. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നൊരു റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി സാധാരണ നമ്മുടെ ഒരു ടിപ്പിക്കൽ പാരന്റിങ്ങിൽ എന്താ പറയുക, അവൻ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകുന്ന സമയത്ത് ഭയങ്കര വികൃതിയാണ്, നീ വികൃതി കളിക്കരുത്, അവൻ ഇങ്ങനെ ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കും. അടങ്ങിയിരിക്കുക, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, വിലക്കുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നാൽ നേരെ മറിച്ച് ഭയങ്കര ഷൈ ആയിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ ചുറ്റുപാടും ഫാമിലി എല്ലാവരും അവൻ എന്ത് ചെയ്യും, കൂടുതലായിട്ട് നീ പ്രവർത്തിക്കുക, ആക്റ്റീവ് ആകുക, ഈ ഒരു കാര്യം കൂടെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന റിയൽ പേഴ്സണാലിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ചില സമയത്ത് കുട്ടിത്വത്തിൽ നമുക്കിത് അങ്ങനെ പുറത്ത് പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ വലുതാകുന്ന ഒരു സമയത്താണ് നമുക്കിത് കൂടുതലും കാണാൻ പറ്റുക. ഓക്കെ, നമ്മൾ ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ, ഇപ്പോൾ ചെറുപ്പത്തിൽ ഷൈ ആയിട്ടുള്ള കുട്ടികൾ വലുതായി കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു വികൃതിക്കായിട്ടും എക്സ്ട്രോവേർട്ടായി ആ രീതിയിൽ മാറുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ ട്രാൻസാക്ഷണൽ അനാലിസിസ് പഠിക്കുന്ന സമയത്ത് ട്രാൻസാക്ഷണൽ അനാലിസിസിൽ ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ തന്നെ 2 ഡിഫറെൻറ്റ് സബ് വേരിയേഷൻസ് ഉണ്ട്. ഒന്ന് ഫ്രീ ചൈൽഡും രണ്ടാമത്തെ ഈഗോ സ്റ്റേറ്റ് അഡാപ്റ്റഡ് ചൈൽഡുമാണ്. ഈ അഡാപ്റ്റഡ് ചൈൽഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ പാരൻസിൻ്റെ പ്രഷറും പാരൻസിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസും കാരണം ഒരുപാട് ഉള്ളിലോട്ട് ഒതുങ്ങിയ കുട്ടിയായിരിക്കും.
അഡാപ്റ്റഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ കംപ്ലൈന്റ് ആയിരിക്കും, ചെറുപ്പത്തിൽ ഭയങ്കര അനുസരണക്കാരനായിട്ടുള്ള കുട്ടിയായിരിക്കും. ഇതേ കുട്ടി കുറച്ച് വലുതായി കഴിയുമ്പോൾ, കാരണം അനുസരണയും ഇതെല്ലാം ചുറ്റുപാടുള്ള കൺട്രോളിങ്ങിലൊക്കെ വളർന്ന കുട്ടിയാണ്, കുറച്ചും കൂടി ഒന്ന് വളർന്നു കഴിയുമ്പോൾ ഇവന്റെ ഈ അനുസരണ സ്വഭാവമൊക്കെ ഇവൻ റിബില്യസ് ആയി മാറും, കുറച്ച് വികൃതി കാരണം. അത് ചിലപ്പോൾ ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴോ ഇവന്റെ ആ ഒരു വികൃതിയും ആ ഒരു നേച്ചറൊക്കെ പുറത്തോട്ട് വരാം. അതും ഒരു പക്ഷേ ഇതോട് അസോസിയേറ്റ് ആയിട്ട് വെക്കാവുന്ന ഒരു കാര്യം. കണക്റ്റഡ് ആണ്, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഇപ്പോൾ നമ്മളൊരു വലുതാകുന്ന സമയത്ത് ഇപ്പോൾ പേഴ്സണാലിറ്റി എപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ ഒരു പൂർണ്ണ വളർച്ച എപ്പോഴാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിന് പറയുന്നൊരു ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു 30 ഏജിലൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാവർക്കും 30 ഏജിലാണ് പൂർണ്ണമായിട്ടും പേഴ്സണാലിറ്റി പൂർണ്ണമാകുക, അങ്ങനെയല്ല കേട്ടോ. അതായത് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ. ഇനി എങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഒരു 30 ഏജൊക്കെ ആകുന്ന സമയത്താണ്. ചില ആളുകളിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ലേറ്റർ ആയിട്ട് വരാം, ചില ആളുകളിൽ കുറച്ചും കൂടെ ഏർലിയർ ആയിട്ട് വരാം. എന്നിരുന്നാലും ഈ ഒരു 30 ഏജിലൊക്കെയാണ് നമ്മുടെ വ്യക്തിത്വം, ഇതാണ് ഞാൻ, എനിക്കിതൊക്കെയാണ് വേണ്ടത്, എൻ്റെ ചുറ്റുപാട് ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ വ്യക്തിത്വം ഇതാണ് എന്നൊക്കെ പൂർണ്ണമായിട്ട് ഞാൻ തിരിച്ചറിയുന്നത് ഒരു 30 ഏജൊക്കെ ആകുന്ന സമയത്തായിരിക്കും. ഈ ഒരു സമയമാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവിടെ സെറ്റായി കിടക്കുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ പിന്നാലെ പോകുന്ന സമയത്ത് ഇതൊക്കെ എന്ത് ചെയ്യും, ഒരു ഡിസോർഡർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇതാണ് ഒരു പേഴ്സണാലിറ്റി നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു ഏജ് എന്ന് പറയുന്നത്. ശരിക്കും എന്താണ് ഈ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട്? ഓക്കെ, ഈ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിളിൽ പറഞ്ഞു തരാം. അതായത് ഇൻട്രോവേർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കംഫർട്ട് സോണിൽ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു അടച്ചിട്ട മുറിയിൽ തൻ്റേതായിട്ടുള്ള ആ ഒരു കംഫർട്ട് സോണിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പുസ്തകം പഠിക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ ചില കാര്യങ്ങൾ റെഫർ ചെയ്യുന്നുണ്ടാവും, ഇതൊക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ നേരെ മറിച്ചിട്ട് അവർക്ക് ആ ഒരു കംഫർട്ട് സോണിൽ പ്രൊഡക്ടിവിറ്റിയാണ് ഉണ്ടാകുന്നതെങ്കിൽ എക്സ്ട്രോവേർട്ടിന് അറ്റ് ദി സെയിം ടൈം അവിടെ സ്ട്രെസ്സാണ് ഉണ്ടാകുക. അവർക്കൊരു കംഫർട്ട് സോണിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല. അവർക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യണം, പുറത്തിറങ്ങിയിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം. ഇതാണ് ഇവരുടെ എല്ലാവരുടെയും ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, മെജോറിറ്റി ഇൻട്രോവേർട്ട് ആയിരിക്കുമോ അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആയിരിക്കുമോ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു 50-50 ആയിരിക്കും, ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും. ഓക്കെ, എന്നാൽ എക്സാക്ട്ലി അതിനെക്കുറിച്ചുള്ള സ്റ്റഡി പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ഇവിടെ വളരെ കുറവാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഞാൻ ഇൻട്രോവേർട്ടാണ്, ഇവൻ എക്സ്ട്രോവേർട്ടാണ്. ഈ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് വളരെ കുറവാണ്. ആംബിവേർഡ്സ് ആണ് കൂടുതലുള്ളത്. ഈ ആംബിവേർഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മിഡിൽ കിടക്കുന്ന ഒരു ടൈപ്പാണ്. അവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷനിലായിട്ട് ആക്റ്റീവ് ആകാനും സിറ്റുവേഷനിലായിട്ട് കുറച്ച് ആക്റ്റീവ് അല്ലാത്ത ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനും പറ്റും. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പബ്ലിക്കിൽ പോകുന്ന സമയത്ത്, പുറത്ത് ആളുകളെ ഫേസ് ചെയ്യുന്ന സമയത്ത് അവർ ബിഹേവ് ചെയ്യുന്നത് ഒരു ഇൻട്രോവേർട്ടിനെ പോലെ ആയിരിക്കും. കുറച്ച് ഷൈ ഉണ്ടാവും, അതേപോലെ തന്നെ കുറച്ച് മടിയും ചമ്മലൊക്കെ ഒന്നങ്ങ് ആക്റ്റീവായി കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും. എന്നാൽ നേരെ മറിച്ച് അവരുടെ വീട്ടിൽ കംഫർട്ട് സോണിലൊക്കെ അവരൊരു എക്സ്ട്രോവേർട്ടിനെ പോലെ ബിഹേവ് ചെയ്യും. ഇതാണ് മെജോറിറ്റി എന്ന് പറയുന്നത്. ബാലൻസ് വരുന്ന ഈ ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും വളരെ കുറഞ്ഞ ഭൂരിപക്ഷം മാത്രമേ ഈ ലോകത്തുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഓ, അത് ശരി. ഈ ഇൻട്രോവേർട്ടിന് എക്സ്ട്രോവേർട്ടായി മാറാൻ സാധിക്കുമോ സാഹചര്യം വരുമ്പോൾ? ഓക്കെ, അതായത് ഒരു സ്റ്റഡിയിൽ ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുറച്ച് കുട്ടികളെ വെച്ചൊരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കണ്ടത് ഈ ചെറിയ കുട്ടികളിൽ, ചെറുപ്പത്തിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കുട്ടികളുണ്ടാവുമല്ലോ, ഇവർ ഫ്യൂച്ചറിൽ അതേപോലെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു പഠനം. അതാണ് അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അതേപോലെ ആക്റ്റീവ് അല്ലാത്ത കുട്ടികൾ ഫ്യൂച്ചറിൽ ഭയങ്കര അതേപോലെ തന്നെ ആയിരിക്കും, ഭയങ്കര ഷൈ ആയിട്ട് ഇൻട്രോവേർട്ട് ആവും എന്നുള്ളതാണ്. പക്ഷേ ഈ പഠനത്തിൻ്റെ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു റിസൾട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് വന്നത്. അതായത് ചെറുപ്പത്തിൽ ഇൻട്രോവേർട്ട് ആയിരുന്ന കുട്ടികളൊക്കെ ഫ്യൂച്ചറിൽ എക്സ്ട്രോവേർട്ട് ആയിട്ട് മാറി. അതേപോലെ തന്നെ ചെറുപ്പത്തിൽ എക്സ്ട്രോവേർട്ട് ആയിരുന്ന കുട്ടികളൊക്കെ ഫ്യൂച്ചറിൽ ഇൻട്രോവേർട്ട് ആയിട്ട് മാറി. ഇതിൻ്റെ ഒരു എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടിനെ കുറിച്ച് ഇതുപോലെ തന്നെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് ഹാൻസ് ഐസക് എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയണത് ഇൻട്രോവേർട്സിന് ഓൾറെഡി ഒരു സ്റ്റിമുലേഷൻ ഉണ്ട് അത്ര, അവരുടെ ബ്രെയിനിൽ തന്നെ ഓൾറെഡി ഒരു സ്റ്റിമുലേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹയർ കോർട്ടിക്കൽ എറോസൽ എന്നാണ് അദ്ദേഹം ആ ഒരു സ്റ്റിമുലേഷൻ സൂചിപ്പിച്ചിട്ടുള്ളത്. എക്സ്ട്രോവേർട്ടിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റിമുലേഷൻസ് കുറവാണ്, അവർക്ക് ലോവർ കോർട്ടിക്കൽ സ്റ്റിമുലേഷൻസ് ആണ്. അപ്പോൾ എക്സ്ട്രോവേർട്ടിനെ സംബന്ധിച്ചോളം ഒരുപാട് സംസാരിക്കുമ്പോഴാണ് അവർക്ക് എനർജി കിട്ടുക. ഇൻട്രോവേർട്ടിന് അത്രയും സംസാരിക്കുമ്പോൾ അവരുടെ എനർജി കുറഞ്ഞു വരാണ് ചെയ്യുന്നത്. ആ ഒരു പഠനം കൂടി ഇതിനോടൊപ്പം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് വെക്കാവുന്നതാണ്. ഒരു
സ്കൂളിന് എക്സാമ്പിൾ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർ, ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ടീച്ചറും എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ടീച്ചറും. അപ്പോൾ ഈ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ടീച്ചർ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് അടുത്ത പീരീഡിൽ എന്ത് ചെയ്യുന്നു, വേറെ ക്ലാസ് പോകുന്നു, ഇങ്ങനെ പറന്ന് നടന്ന് ക്ലാസ് എടുക്കുന്നു, ഭയങ്കര ആക്റ്റീവ്, പുള്ളിയുടെ എനർജി പെട്ടെന്നൊന്നും ഡ്രൈൻ ആകുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഈ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ ഇവരെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പറ്റത്തില്ല, തളർന്നു പോകും, അവരുടെ എനർജി ഡ്രെയിൻ ആയി പോകും പെട്ടെന്ന്. അവർക്ക് മറ്റുള്ളവരെ പോലെ കോപ്പി ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പറ്റിക്കൊള്ളുന്നില്ല. അത് തന്നെയാണെന്ന് തോന്നുന്നു ഈ ഒരു സ്റ്റഡിയിലും കാണിക്കുന്നത് അല്ലേ. ഇതിന് നമുക്കൊരു വലിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗൈ കവാസാക്കി. അദ്ദേഹം ഇപ്പോൾ കാൻവയുടെ ചീഫ് ഇവാഞ്ചലിസ്റ്റ് ആണ്. ഇതിനു മുന്നേ അദ്ദേഹം ആപ്പിളിന്റെ ചീഫ് ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. സ്റ്റീവ് ജോബ് അദ്ദേഹത്തിന് ഗൈ കവാസാക്കിനെ സെലക്ട് ചെയ്തത്, ഗൈ കവാസാക്കി വൺ ഓഫ് ദ വെൽ നോൺ ഇൻട്രോവേർട്ട് ആണ്. അദ്ദേഹം സംസാരിക്കൽ വളരെ കുറവാണ്, പക്ഷെ സംസാരിക്കും ഒരുപാട് ലോജിക്കലും, അത് ആ ഒരു വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് അദ്ദേഹം നടത്തുന്നത്. ഇൻട്രോവേർട്ട് എന്നുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ ഇൻട്രോവേർട്ട് സക്സസ്ഫുൾ ആവാം എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഗൈ കവാസാക്കി. ഓക്കെ, ഇനി നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ഈ ഒരു പേഴ്സണാലിറ്റീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പൂർണ്ണത എപ്പോഴാണ് വരുന്നതെന്ന് അറിയോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു മെച്യൂരിറ്റിയിലോട്ട് എത്തുന്നത് ഒരു 30 വയസ്സ്, 25-30 വേരിയേഷൻ ഉണ്ടാവാം. യെസ്, അതായത് അതിനെക്കുറിച്ച് എക്സാക്ട്ലി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു 15ാമത്തെ വയസ്സിൽ എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ചിന്തിക്കുന്നതാണ് കറക്റ്റ്, ഞാനിപ്പോൾ എന്താണോ ചിന്തിക്കുന്നത് ഇതൊക്കെ കറക്റ്റാണ്, ഇതാണ് ജീവിതം, ഇതാണ് ലൈഫ് എന്നൊരു രീതിയിലായിരിക്കും. എന്നാൽ എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ ആ 15ാമത്തെ ചിന്തകൾ മൊത്തം തിരുത്തി. ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, 20ാമത്തെ വയസ്സിലുള്ള ഇതാണ്, ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ. ഇതായത് നമ്മൾ ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ പ്രായം നമുക്ക് കൂടുന്തോറും നമ്മുടെ മെച്യൂരിറ്റി ലെവൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇതിന് പൊതുവെ കണക്കാക്കുന്ന ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 30 ഏജ് ആണ്. ഇത് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ. ചില ആളുകൾക്ക് ഇത് നേരത്തെ സംഭവിക്കാം, ചില ആളുകൾക്ക് ഇത് വൈകി സംഭവിക്കാം. എന്നിരുന്നാലും ആ ഒരു 30 ഏജ് ഒക്കെ ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ വ്യക്തിത്വം ഒന്ന് പൂർണ്ണമായിട്ട് വളരും. നമുക്ക് എന്താണ് ഞാൻ എന്നുള്ളൊരു ക്ലാരിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവും. അവിടെ നമുക്ക് നമ്മുടെ കുറെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ആയി വന്നിട്ടുണ്ടാവും. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഈ പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത്, അതിനെ കുറിച്ച് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിയുടെ ആവശ്യമുണ്ടല്ലോ. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പേഴ്സണാലിറ്റി ഫോം ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40% നമ്മുടെ ജനറ്റിക്കും അതേപോലെ തന്നെ 60% നമ്മുടെ എൻവയോൺമെൻറ്റുമാണ്. ജനറ്റിക് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ഉപ്പ ഉമ്മ അവരുടെ ബിഹേവിയർ എന്താണോ അതെന്നെ സ്വാധീനിക്കുന്നുണ്ട് ജനറ്റിക്കലി. അപ്പം അത് ഈ ജനറ്റിക്കിനെ കുറിച്ച് ഇപ്പോൾ രോഗങ്ങളാണെങ്കിൽ എല്ലാത്തിനെ കുറിച്ചും പറയുന്നത് 50-50ആണ്. സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്ന പോലെ. അപ്പോൾ ഒരു 40% സ്വാധീനിക്കാം. എന്നാൽ 60%ഉം എന്നെ സ്വാധീനിക്കുന്നത് എൻവയോൺമെൻ്റ് ആണ്. ഞാൻ ജീവിച്ച് വളർന്ന സാഹചര്യം, എനിക്ക് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള ഇൻസിഡൻസ്, ഞാൻ ഫേസ് ചെയ്ത സിറ്റുവേഷൻസ്, ഈ സിറ്റുവേഷൻസിൽ എനിക്കുണ്ടായ തോട്ട് പ്രോസസ്സിങ്, ഓക്കെ, ആ ഒരു തോട്ട് പ്രോസസ്സിങ്ങിലൂടെ എനിക്കുണ്ടായിട്ടുള്ളൊരു വയറിങ് സിസ്റ്റം ഉണ്ട് എൻ്റെ ബ്രെയിനിൽ. ഇതാണ് എൻ്റെ വ്യക്തിത്വത്തെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഈ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യാം, എൻ്റെ ചിന്തകളും ഈ സിറ്റുവേഷനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് എൻ്റെ വ്യക്തിത്വം പൂർണ്ണമായിട്ട് രൂപാന്തരമാണ്. നമ്മളിപ്പോൾ പറയാറില്ലേ, നമ്മളിപ്പോൾ പറയണത് എൻ്റെ ഇവനെന്താ ഇങ്ങനെ, ഇവളെന്ത് ഇങ്ങനെ പെരുമാറണത്, നമ്മളെല്ലാം നമ്മുടെ സ്കെയിലാണ് ഈ ലോകത്തെ കാണുന്നത്. അതെ അതെ അതെ. ഇവനെന്ത് ഇങ്ങനെ ഇതുപോലെ ആവണത്, എൻ്റെ അപ്പൻ എന്ത് ഇങ്ങനെ, എൻ്റെ മകൻ എന്ത് ഇങ്ങനെയെന്ന് അപ്പൻ ചിന്തിക്കും, എൻ്റെ ഭാര്യ എന്ത് ഇങ്ങനെയെന്ന് ഭർത്താവ് ചിന്തിക്കും. നേരെ മറിച്ച് ഭാര്യ ചിന്തിക്കും എൻ്റെ ഭർത്താവൻ, എൻ്റെ കെട്ടിയവൻ എന്ത് ഇങ്ങനെ പെരുമാറണത്. ഇത് എന്തുകൊണ്ടാണ് ഒരു ഇത്രയും ഡൈവേഴ്സിറ്റി? നമുക്ക് പേഴ്സണാലിറ്റിനെ കുറിച്ച് ഒരു നല്ലൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പേഴ്സണാലിറ്റിനെ കുറിച്ച് കുറച്ചും കൂടി നമുക്കൊരു വിശദമാക്കിയിട്ട് മനസ്സിലാക്കി സാധാരണക്കാരനിലോട്ട് ആ ഒരു അറിവ് നമുക്ക് എങ്ങനെ കൊണ്ടുചെല്ലാൻ സാധിക്കും? അതായത് അതിന് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പേഴ്സണാലിറ്റിയിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സൈക്കോളജിയിൽ തന്നെ. അപ്പോൾ ഞാൻ ഒരുപാട് പേഴ്സണാലിറ്റി അനലൈസിങ് ടൂളുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് എനിഗ്രാം എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി അനലൈസിങ് ടൂളാണ്. കാരണം ഇതൊരു മനുഷ്യൻ്റെ ഒരു ആത്മാവുമായിട്ടും മനുഷ്യൻ്റെ ഒരു വ്യക്തിത്വവുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ചിന്താ രീതികൾ, നമ്മുടെ തിങ്കിങ് പാറ്റേൺസിനെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കും, അല്ലെ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിങ് കാഴ്ചപ്പാടുകൾ. ഇപ്പം ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നൊരു രീതിയുണ്ട്. ഇത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എത്രത്തോളം അടിപൊളിയായിരിക്കും അല്ലേ, എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. അപ്പം അതേപോലെ ഈ ലോകത്തിൽ മുഴുവൻ 9, ഇപ്പം നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ടോപ്പിക് തന്നെ എന്താണ്, 9 ഫേസസ് എന്നുള്ളതാണ്. യെസ്. അപ്പോൾ എനിഗ്രാം അവകാശപ്പെടുന്നത് ഈ ലോകത്തിൽ 9 മുഖങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. ഓക്കെ, 9 തരം വ്യക്തിത്വങ്ങൾ.
ഈ 9 വ്യക്തിത്വമുള്ള ആളുകൾക്കും ഒരു സെപ്പറേറ്റ് മുഖംമൂടി വേറെ ഉണ്ടാവും. അതാണ് പേഴ്സോണ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വ്യക്തിത്വത്തെ നമുക്ക് തരംതിരിക്കാൻ പറ്റുക. നമുക്ക് ഈ 9 പേഴ്സണാലിറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇപ്പൊ സാറിന്റെ പേഴ്സണാലിറ്റി എനിക്ക് മനസ്സിലായി. സാറിന്റെ അപ്പൊ എനിക്ക് സാറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇന്ന സാഹചര്യത്തിൽ ഈ വ്യക്തി ഇങ്ങനെയാണ് പെരുമാറുക എന്നുള്ളൊരു പ്രഡിക്ഷൻ എനിക്ക് പറ്റുമോ? യെസ്, അതിൽ നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും കൂടിയാണത്. നമ്മുടെ ചുറ്റുപാടിൽ കാണുന്ന റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന മിക്ക പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഒരു ഇതാണ് അല്ലേ. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എൻ്റെ ഒരു ചിന്താഗതി വെച്ചിട്ട് മറ്റൊരാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ഒരു തിങ്കിങ് പാറ്റേൺ ഡിഫറെൻ്റ് ആണ് അല്ലേ. നമ്മുടെ നീഡ്സും അതേപോലെ തന്നെയല്ലേ. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് ആവശ്യം കൂടുതൽ ടൈം ആയിരിക്കും, മറ്റൊരാൾ കൊടുക്കുന്നത് ടൈം അല്ലാത്ത മറ്റുള്ള എല്ലാ കാര്യങ്ങളായിരിക്കും. ഓക്കെ, അവർക്ക് ആവശ്യം ടൈം മാത്രമാണ്, അവർക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് ഇതാണ്. പക്ഷേ ഇതൊഴിച്ച് ബാക്കി എല്ലാം നിനക്ക് തരുന്നില്ലേ എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു ന്യായമാവില്ല. പക്ഷെ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അതൊരു ന്യായമായിരിക്കും. പക്ഷെ ഒരു വ്യക്തിത്വം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് അതൊരിക്കലും ന്യായമല്ല. നമുക്ക് എല്ലാവർക്കും ഓരോ നീഡ്സ് ഉണ്ട്. പരസ്പരം അപ്പൊ ആഴത്തിൽ മനസ്സിലാക്കാൻ, ഇപ്പൊ മകന് അപ്പനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കാൻ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് സഹായിക്കും എന്നാണ് പറയണത് അല്ലേ. ഇപ്പൊ ഇവനെന്താ അങ്ങനെ അവളെന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്നതിന് പകരം അവനും അവളും അങ്ങനെ അവരങ്ങനെ ഏതുകൊണ്ടാണ് എന്ന ഒരു സ്വഭാവം പ്രകൃതം അങ്ങനെയാണ്. ഈ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ തന്നെ നമ്മൾ പലപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ആ വ്യക്തിനെ എനിക്ക് ഇങ്ങനെ വേണം, അതായത് ഇന്ന നെഗറ്റീവ്സ് പാടില്ല, ഇത് പാടില്ല, അത് പാടില്ല അല്ലെ. ഞാനിപ്പോൾ ഒരു റോബോട്ടിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയാണ് കസ്റ്റമൈസ് ചെയ്തിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതൊരിക്കലും ലഭ്യമല്ല. കാരണം നമ്മളിപ്പോൾ എനിഗ്രാമിൽ പേഴ്സണാലിറ്റി ടൈപ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാ പേഴ്സണാലിറ്റീസിനും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. അതായത് നെഗറ്റീവ്സ് മാത്രമുള്ള ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞ ഒരാളില്ല. നമ്മളൊരു എത്ര നെഗറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു നല്ല വശം ഉണ്ടാവും. അവർ കറന്റ് നിൽക്കുന്നത് അവരുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും മോശം അവസ്ഥയിലായിരിക്കാം എന്ന് കരുതി അവർ കംപ്ലീറ്റ്ലി മോശക്കാരനാണെന്നല്ല. അവരുടെ ഉള്ളിൽ ഒരു നല്ല വ്യക്തിത്വം ഉണ്ട്. ഓക്കെ, പക്ഷെ അതിനവർക്ക് പുറത്തെടുക്കാനുള്ള ഒരു അന്തരീക്ഷം കിട്ടിയിട്ടുണ്ടാവില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പൊ അവരുടെ വ്യക്തിത്വത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ഒന്നെങ്കിൽ നന്നാവാം, നല്ല വ്യക്തിത്വം ആവാൻ പറ്റും, അല്ലെങ്കിൽ ഏറ്റവും അതിന്റെ മോശം അവസ്ഥയിലും ആവാൻ പറ്റും. അപ്പൊ അതിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ എനീഗ്രാം എന്ന് സാറ് പറഞ്ഞു, അതിന്റെ 9 ഫേസസിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് ഓരോ ഫേസസിനും കുറച്ചും കൂടി ഒന്ന് നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റുമോ? ഓക്കെ, ഞാൻ പരമാവധി ശ്രമിക്കാം. മനുഷ്യൻ്റെ ഒരു 9 മുഖങ്ങളെ ഞാൻ എന്ത് ചെയ്ത് തരാം, ഡീറ്റെയിൽ ചെയ്ത് തരാം. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ടൂർ പോവാണെന്ന് വിചാരിക്കുക. ഈ ടൂർ പോകുന്ന സമയത്ത് ഓരോ വ്യക്തികളും എന്തിലൊക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, അവർ എൻഗേജഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ അത് അവരുടെ വ്യക്തിത്വത്തെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പേഴ്സണാലിറ്റി ടൈപ്പ് 1 ഇവർ പെർഫെക്ഷനിസ്റ്റ് എന്നാണ് ഇവരെ കുറിച്ച് പറയുന്നത്. ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ കോർഡിനേഷൻ ആയിരിക്കും. ചിലപ്പോൾ ആ ടീച്ചർ ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി അവർക്കായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. കാരണം അവർ ഓൾറെഡി നന്നായിട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ടീച്ചർ ഇപ്പോൾ സംസാരിക്കുന്ന കുട്ടികളുടെ പേരൊക്കെ നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും ഈ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ. കറക്റ്റായിട്ട് എല്ലാം വളരെ ചിട്ടയോടെ ചെയ്യാൻ ഒരു കഴിവ് ഇവർക്കുണ്ട്. അവർക്ക് അങ്ങനെ ചെയ്താലേ അവർക്കൊരു തൃപ്തി കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സ്കൂളിൽ ടൂറൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കാം, ധൈര്യമായിട്ട് കൊടുക്കാം. കാരണം അവർ ഫിനാൻഷ്യലി വളരെ നീറ്റായിരിക്കും, കൃത്രിമത്വം കാണിക്കത്തേ ഇല്ല. ഈ അളവിലും കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യത അവർ കീപ്പ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ മറ്റുള്ളവരെയൊക്കെ നന്നായിട്ട് സംരക്ഷിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടാവും. ഇതാണ് പേഴ്സണാലിറ്റി ടൈപ്പ് 1 എന്ന് പറയുന്നത്. ഇനി നമ്മൾ പേഴ്സണാലിറ്റി ടൈപ്പ് 2 ആണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ടൂർ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനും തൻ്റെ അടുത്തുള്ള കുറേ സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുക. ഒരാളെ ബാഗും കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് എന്ത് ചെയ്യും, ആ ബാഗൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യാനും പീപ്പിൾ പ്ലീസിംഗ് എന്നൊക്കെ പറയില്ലേ, ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതിൽ അവർക്ക് വല്ലാത്തൊരു തരം സന്തോഷമുണ്ട്. എന്താണ് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്? മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുമ്പോൾ, ഹെൽപ്പ് ചെയ്യുമ്പോൾ അവര് എക്സ്പെക്ട് ചെയ്യുന്നത് നന്ദിയാണ്. പക്ഷെ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് എത്രത്തോളം ഈ സംഭവം കിട്ടണം എന്നുള്ളത് അല്ലെ, പലപ്പോഴും കിട്ടണമെന്നില്ല.
അപ്പോൾ ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് നന്ദിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ അതാണ് അവരുടെ ഫ്യൂവല്. യെസ്, അവരുടെ ഫ്യൂവൽ അതാണ്. പക്ഷെ ഇത് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി നമ്മൾ പേഴ്സണാലിറ്റി ടൈപ്പ് 3നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 3 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി സ്കൂളിൽ ടൂർ പോകുന്ന സമയത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക അവരുടെ ഒരു ഫോട്ടോ എടുക്കുക, അവരെ ഷോക്കേസ് ചെയ്യുക, ഞാൻ ടൂർ പോകുന്നുണ്ടെന്ന് എല്ലാവരെയും കാണിക്കുക. അതേപോലെ തന്നെ തൻ്റെ ഡ്രസ്സും അതിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ടീഷർട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, ഇതേതാ ഷർട്ട് എന്ന് അറിയുന്നത്, എനിക്ക് ഇതേതാ വാച്ച് എന്നറിയോ, തൻ്റെ ഫോൺ ഏതാണെന്ന് അറിയാം, അവർ ഐഫോണൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് അവരെ ഇങ്ങനെ ഷോക്കേസ് ചെയ്യും. ഞാൻ വലിയൊരു സംഭവമാണ് എന്നുള്ളത് കാണിക്കാനും അവിടെയൊക്കെ ഇങ്ങനെ ഒരു സ്റ്റൈലിഷ് ഐക്കണായിട്ടൊക്കെ കാണാനൊക്കെ അവർ ശ്രദ്ധിക്കും. ഇതായിരിക്കും അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. അവർ കുറച്ച് ഫേക്ക് ചെയ്യണ വ്യക്തിത്വമാണോ, അതാണോ അതിൻ്റെ അർത്ഥം? ഫേക്ക് ചെയ്യുക എന്നുള്ളതല്ല, അത് അവർക്ക് ഇഷ്ടം അതാണ്. മറ്റൊരാൾക്കത് ഉപദ്രവമാകുന്ന സമയത്തല്ലേ അതൊരു നെഗറ്റീവ് ആകുന്നുള്ളൂ. പക്ഷെ നേരെ മറിച്ച് അവർക്കിട്ടൊരു സന്തോഷമാണത്. ഒരാൾ ഫോട്ടോ എടുക്കുന്നു, അയാളുടെ സന്തോഷങ്ങൾ അയാൾ എക്സ്പ്ലോർ ചെയ്യുന്നു, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ ഒരു കുറച്ചിങ്ങനെ ആർഭാടം കാണിക്കുക എന്നുള്ളതൊക്കെ അവരുടെ ഒരു ശീലമാണ്. എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന സ്ഥലം കണ്ടു, അവിടെ ഞാൻ പോയിട്ടുണ്ട്, ഇവിടെ ഞാൻ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്, ഇവിടെ നീ പോയിട്ടില്ലല്ലോ, ഇവിടെ ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്, ഫാമിലിയിൽ നിന്ന് പോയിട്ടുണ്ട്, അടുത്ത ആഴ്ച നമ്മൾ ഇങ്ങനെ ഒരു ടൂർ പോകുന്നുണ്ട്. അങ്ങനെ തന്നെ കുറിച്ചിട്ട് ഇങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. സംസാരിക്കാൻ വളരെ മിടുക്കന്മാരാണ് അവർ, വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. അവരുടെ ഡ്രസ്സിങ് ആണെങ്കിൽ എല്ലാത്തിലും വളരെ നീറ്റ് ആയിട്ടുള്ള ആളുകളാണ്. ആരെയും സംസാരിച്ച് മയക്കാനും മിടുക്കരായിരിക്കും. ഡെഫിനറ്റ്ലി. ഇനി ടൈപ്പ് 4 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക ആ ഒരു നാച്ചറും ടൂറും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്നു, ഡാൻസ് കളിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഈ സൈഡ് വിൻഡോ സീറ്റിലിരുന്നിട്ട് ഒരു ഹെഡ്ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ട് പ്രകൃതിയൊക്കെ നോക്കി ആ പാട്ടൊക്കെ ആസ്വദിച്ച് വാവ് എന്ന് പറയുന്ന എന്താണ് ഈ പ്രകൃതി, ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ചിലപ്പോൾ അത് ഷോക്കേസ് ചെയ്യണമെന്ന് പോലും ഇല്ല, സ്റ്റാറ്റസ് ഇടണമെന്ന് പോലും ഇല്ല, ചിലപ്പോൾ അവരുടെ ഗാലറിയിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അവരുടെ ഉള്ളിലൊരു മനോഹരമായിട്ടുള്ള ഒരു ലോകം ഉണ്ട്, ആ ലോകത്തിലാണ് അവർ എപ്പോഴും ജീവിക്കുന്നത്. യെസ്, അവർ അങ്ങനെ ഒരു ചിന്തയുടെ ലോകം, കുറച്ചും കൂടെ കാവ്യാത്മകമായിട്ടുള്ള ആളുകളാണ്, ഫിലോസഫേഴ്സ് എന്നൊക്കെ ഇവരെ കുറിച്ച് പറയാറുണ്ട്. ഇനി 5 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഈ ഒരു ടൂറിൽ പോകുന്ന സമയത്ത് ആദ്യമേ 5നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 5 ആണ് ഒരു എക്സ്ട്രീം ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി. അപ്പോൾ ഇവർ ഫസ്റ്റത്തെ ചോദിച്ചില്ലെന്ന് പറയുന്നത് ഇവർ ടൂറിന് വരുമോ എന്നുള്ളതാണ്. ഇവർ ടൂറിന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി എല്ലാവരും കൂടെ നിർബന്ധിച്ച് കൊണ്ടുവന്നാലും അവിടെ സൈഡിൽ പ്രത്യേകിച്ച് ഒരു ആക്ടിവിറ്റി ഒന്നും ചെയ്യാതെ ചിലപ്പോൾ എന്തെങ്കിലും പുസ്തകം വായിക്കേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേൾക്കേ, ചിലപ്പോൾ ആരോട് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കേ, ആ ഒരു ലെവലിലേക്ക് അവർ പോകുന്നുണ്ടാവുക. അവർ പ്രത്യേകിച്ച് ആരുമായിട്ട് അങ്ങനെ ഓവറായിട്ട് കണക്ട് ആയി കൊള്ളണമെന്നില്ല. ഇപ്പൊ കണക്ട് ആകുകയാണെങ്കിലും ഒരു ലിമിറ്റേഷൻ അവർ കീപ്പ് ചെയ്യും. ഇവർ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യലാണോ ഇവരുടെ മെയിൻ ആയിട്ടുള്ളൊരു? ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക, ഇപ്പോൾ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ചിട്ട് അവർ സംസാരിക്കുന്നതൊക്കെ ഇതിന്റെ സയന്റിഫിക്കൽ സൈഡിനെ കുറിച്ചിട്ട്. ഇവർ റിവറിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വെള്ളം വരുന്നത്, ഇവിടെ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ഇത് കേൾക്കാൻ താല്പര്യമുള്ളൊരു സുഹൃത്തുണ്ടെങ്കിൽ അവരെ പിൻപറ്റി അവരോട് കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് ആ ഒരു ടീച്ചിങ് ടൈപ്പിൽ അവരങ്ങനെ പോകും. ഇവരപ്പോൾ വളരെ ഒബ്ജക്റ്റീവ് ആണ്, ഇമോഷണൽ സൈഡ് ഇവർക്ക് കുറവാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇമോഷണൽ സൈഡ് കുറച്ചും കൂടെ അവർ സെൽഫ്ലി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും, ഉള്ളിലുണ്ടാവും. പക്ഷെ അത് വളരെ ഹൈഡ് ആയിട്ടായിരിക്കും, തീരെ ഓപ്പൺ ആയിരിക്കില്ല. എന്താണ് ഇവരുടെ മോട്ടീവ്? ഇവർ ഇത്രയും ഇൻഫർമേഷൻ സീക്കിങ്ങും ഇൻഫർമേഷൻ ഗ്യാദറിങ് ഒക്കെ ചെയ്ത് അതിന്റെ മോട്ടീവ് എന്താണ് ഇവർക്ക്? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് അവർക്ക് നോളജ് ഇരിക്കുക, തന്നെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ഒരു ലോകത്ത് സർവൈവ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ എപ്പോഴും അപ്പോൾ അറിവുള്ളൊരു വ്യക്തിയായിരിക്കുക. അവർ സ്റ്റഡിയിലാണെങ്കിൽ എല്ലാ കാര്യത്തിലും അവർ വളരെ അടിപൊളിയായിരിക്കും. മറ്റൊരാളെ കാണിക്കുക എന്നുള്ളതിലുപരി അവരെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇൻഫർമേഷൻ അവരെ സംബന്ധിച്ചിടത്തോളം യെസ്, അവരുടെ ഒരു സർവൈവലും കൂടെയാണ്. അവർക്ക് എന്ത് ചെയ്യണം, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം. യെസ്, ഇൻട്രസ്റ്റിംഗ്. ദെൻ 6 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി. അപ്പോൾ ടൂർ പോകുന്ന സമയത്ത് ഈ 6 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ലോയലിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഭയങ്കര വിശ്വസ്തരായിട്ടുള്ള. അപ്പോൾ ഇവർ മിക്കപ്പോഴും മറ്റുള്ളവരുടെ ഒരു ചങ്ക് ബ്രോ ആയിട്ട്, ഒരു ചങ്ക് ഫ്രണ്ടായിട്ട് കൂടെ നിന്ന് മറ്റുള്ളവനെ ഹെൽപ്പ് ചെയ്യുന്നതും അതേപോലെ തന്നെ മറ്റുള്ളവൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ വളരെ ഉഷാറായിരിക്കും. അല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് 2 ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ടാണ്, തൻ്റെ ഒരു മെൻറ്റർ പോലെ കാണുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ ബാഗ് ഇവൻ പിടിക്കും. ഓക്കെ, ഞാൻ പിടിക്കാം. ഓക്കെ, അവന് വേണ്ടി ഇവൻ സാക്രിഫൈസ് ചെയ്യും. നീ ഇപ്പുറത്തിരുന്നോ. അങ്ങനെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ഇവർ തയ്യാറാവും. ഓക്കെ, നല്ലൊരു അനുയായിയാണ്. രാഷ്ട്രീയക്കാരൻ്റെ ഒക്കെ കൂടെ ഒരു അനുയായിനെ പോലെ നമുക്ക് അങ്ങനെ
കൂട്ടിക്കൊണ്ടു നടക്കും. ഭയങ്കര നന്ദിയുള്ള ആളുകളായിരിക്കും. Okay. ഈ വെള്ളിമൂങ്ങ സിനിമയിൽ ബിജു മേനോന്റെ കൂടെ നടക്കുന്ന അജു വർഗീസിന്റെ മിക്കപ്പോഴും പല സിനിമകളിലും കാണാറുണ്ടല്ലോ അങ്ങനെ ഒരു കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ, നായകന്റെ കൂടെ ഒരു സഹനടനായിട്ട് ഒരാളുണ്ടാവും. അതേപോലത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും ഇവര്. നമ്മൾ രണ്ടാമത് പറഞ്ഞ പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, ഹെൽപ്പർ എന്ന് പറഞ്ഞൊരു, അവരും ഇവരും തമ്മിൽ എന്തോ ഒരു സമാനത, ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. 2 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഹെൽപ്പറും ഈ 6 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ആയിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. കാരണം അവരെ ഹെൽപ്പ് ചെയ്യുന്നതിലും പീപ്പിൾ പ്ലീസിങ് ഇതിലൊക്കെ കുറച്ച് കണക്ഷൻസ് ഉണ്ട്. എന്നാൽ അവരുടേതായിട്ടുള്ള വ്യത്യാസങ്ങളും ഇവർക്കുണ്ട് അല്ലേ. അപ്പൊ ഇവര് ഒരാളിനെ പിറകെ സപ്പോർട്ട് ചെയ്യണതും അവരുടെ കൂടെ ഒരു അനുയായി നടക്കുന്നതിന്റെയും മോട്ടീവ് എന്തായിരിക്കും? ഇപ്പൊ ഹെൽപ്പറിന്റെ മോട്ടീവ് അവർക്ക് കിട്ടേണ്ടത് ഒരു തരം അംഗീകാരമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പർ ഹെൽപ്പ് ചെയ്യുന്നതും മറ്റുള്ളവരെ പ്ലീസ് ചെയ്യണതും. പക്ഷെ ഇവര് ആറാമത്തെ ഈ പറഞ്ഞ ലോയലിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ മറ്റുള്ളവരുടെ അനുയായിയായിട്ട് നടക്കുന്നത് എന്തായിരിക്കും? അവർക്ക് അതിൽ നിന്ന് അവര് എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സുരക്ഷിതത്വം, തനിക്കൊരാളുണ്ട് അല്ലെ, ഞാൻ ഇന്ന ഗ്രൂപ്പിലുള്ള ഒരാളാണ്. ഓക്കെ, അത് അവർക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. കാരണം ഇവർ ഒറ്റക്ക് കോൺഫിഡന്റ് അല്ല. ഒരൊറ്റപ്പെടുന്ന സമയത്ത് ഇവരെ നമ്മൾ ഈ ഒരു പേഴ്സണാലിറ്റീനൊക്കെ ഒരു മോഡൽ ഓഫ് ആനിമൽ ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ ചെന്നായൊക്കെയാണ്. കൂട്ടത്തിലാണ് അവരുടെ ശക്തി ഉള്ളത്. കൂട്ടത്തിലാണ് ശക്തി. ഒറ്റപ്പെട്ട ചെന്നായ എന്ന് പറയുന്നത് നമുക്ക് പേടിക്കേണ്ട ഒന്നല്ല. പക്ഷെ നേരെ മറിച്ച് കാട്ടിലെ ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള രാജാവായിട്ടുള്ള സിംഹം പോലും പേടിക്കുന്ന ഒരു ക്യാരക്ടറാണ് കൂട്ടത്തിൽ വരുമ്പോൾ വരുന്ന ചെന്നായ. അത് കുറച്ചും കൂടെ ഡേഞ്ചറാണ്. അതേപോലെയാണ് ഈ 6 എന്ന് പറയുന്നത്. ഇനി നമ്മള് 7 എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 7നെ സംബന്ധിച്ചിടത്തോളം 7 ആണ് ഈ ടൂർ ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യാം. കാരണം ഇവരാണ് ഒരു എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് എന്ന് പറയല്ലോ. ഇവരാണ് ആ ഒരു പേഴ്സണാലിറ്റി. അങ്ങ് ഓടിച്ചാടി നടക്കുക, ഇരിക്കുന്നവരെ എണീപ്പിച്ചിട്ട് ഡാൻസ് കളിപ്പിക്കുക, ഫുള്ള് ഡ്രൈവറിൻ്റെ അടുത്ത് കമ്പനിയാകുക, ക്ലീനറിൻ്റെ അടുത്ത് കമ്പനിയാകുക. അവിടെ എന്താ പറയുക, ഒരു സ്റ്റോപ്പിൽ ആരെങ്കിലും മൂത്രമൊഴിക്കാൻ വേണ്ടി ചുമ്മാ സ്റ്റോപ്പിൽ നിർത്തിയാൽ അവിടെ തൊട്ടടുത്തുള്ള ചായക്കടയിലുള്ള ആളുകളെ വരെ ഇവർ പരിചയപ്പെട്ടിട്ടുണ്ടാവും. എല്ലാവരുടെ അടുത്ത് അങ്ങോട്ട് ചെന്ന് സംസാരിക്കും, അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടും. അവർക്ക് അങ്ങനത്തെ ഒരു ഷൈയോ പരിപാടികളോ ഒന്നുമില്ല, ഭയങ്കര ആക്റ്റീവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുള്ളത് ടൂറിന് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായി, ഇവനെ കൂടെ കൂട്ടണം. കാരണം ഇവൻ എപ്പോഴും മറ്റുള്ളവരെ കൂടെ എന്ത് ചെയ്യും, ഹാപ്പി ആകും. അതാണ് 7 ചെയ്യുന്നുണ്ടാവുക. അവനില്ലെങ്കിൽ ഞാനില്ല, ഇപ്പൊ ഇവനില്ലെങ്കിൽ ഞാനില്ല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലേ. അവന്റെ ഫ്രണ്ട്സ് ഒക്കെ മിക്കപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്, അവൻ വേണം, അവനില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ. ഇനി നമ്മൾ 8നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ 8 എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 8 ആണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ഡോൺ, അല്ലെങ്കിൽ എല്ലാവരെയും എന്താ പറയുക കൺട്രോൾ ചെയ്യുന്ന അവിടുത്തെ ഒരു ഹീറോ മെറ്റീരിയൽ ആയിട്ടുള്ളൊരു പേഴ്സൺ. ഓക്കെ, ഉദാഹരണത്തിന് ബസ് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു വണ്ടി എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചെറുതായിട്ട് തട്ടുകയാണ്, അവിടെ തർക്കം ഉണ്ടായി, ഇവര് ചെന്നത് അടിയാക്കി മാറ്റും. അത് ശരി. ഓക്കെ, അവര് ഭയങ്കരമായിട്ട് എന്താ പറയാ, കുറച്ച് ഒരു ചലഞ്ചർ എന്നാണ് ഈ ഒരു പേഴ്സണാലിറ്റി. വളരെ അഗ്രസീവ് ആയിട്ടുള്ള സ്വഭാവം. ഇവര് കുറച്ചും കൂടെ എടുത്തുചാട്ടം കൂടുതലാണ്, മുന്നും പിന്നും നോക്കാത്തുള്ള പ്രവൃത്തികളായിരിക്കും. ഇവർക്ക് ഹീറോ ആവണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ഹീറോ ആകണം. ഇവർ ഓൾറെഡി ഇവരെ ഹീറോ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് അങ്ങനെ ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അവർക്ക് ഉള്ളിൽ അങ്ങനെ ഒരു ബിലീഫ് ഉണ്ട്, ഞാൻ എങ്ങനെയാണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യേണ്ട ഒരു അങ്ങനെ ബിൽഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് 8 ഉണ്ടാവുക. ഇതിന്റെ നേരെ വിപരീതമായിരിക്കും 9 എന്ന് പറയുന്നത് ആർക്കും തീരെ ഉപദ്രവമില്ലാത്ത, ഞങ്ങളൊരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുന്നേ ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും അവരിയ്ക്കുന്നുണ്ടാവുക. അതായത് ഇവരെ പീസ് മേക്കർ എന്ന് പറയും, സമാധാനപ്രിയർ. ഒരു തരത്തിലും സംഘർഷാവസ്ഥ ക്രിയേറ്റ് ചെയ്യാതെ സമാധാനം നിലനിർത്തുക. അപ്പോൾ ടൂറിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരില്ലാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതി അവർ വരും, എല്ലാത്തിനും അവർ ഇൻവോൾവ് ആകും. പക്ഷെ അവര് മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ, എല്ലാത്തിനും എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്ത് നിൽക്കും, എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്തു കൊടുക്കും. ഭയങ്കര എന്താ പറയാ, നമുക്ക് പറയാം ഒരു സാധുവായിട്ടുള്ള വ്യക്തി, ഒരു പാവത്താന്നൊക്കെ പറയില്ലേ, നല്ലവനായ ഉണ്ണി, അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് 9. ഇതാണ് എനിഗ്രാമിന്റെ 9 ഫേസ്. ഈ 9 ഫേസസിൽ ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ഉണ്ടോ? ഇപ്പൊ സാറ് പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു 5ാമത്തെ പേഴ്സണാലിറ്റി ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. എക്സ്ട്രോവേർട്ട് സാറ് പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്ന 7ാമത്തെ പേഴ്സണാലിറ്റി എന്തൂസിയാസ്റ്റ് ആണ്. അവൻ ഭയങ്കര ഭയങ്കര ഫണ്ണാണ്, അവൻ എന്തൂസിയാസ്റ്റ്, അവൻ എക്സ്ട്രോവേർട്ട് ആയിരിക്കും അല്ലേ? എക്സാക്ട്ലി, അതങ്ങനെ തന്നെയാണ്. അതായത് 5 ആണ് ശരിക്കും ഇൻട്രോവേർട്ട് എനിഗ്രാമിൽ, 7 ആണ് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. സാർ വളരെ മനോഹരമായിട്ട് 9 പേഴ്സണാലിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്ക് പല മുഖങ്ങളും നമ്മുടെ മനസ്സിലാ തെളിഞ്ഞു വന്നു. നമുക്ക് എല്ലാവർക്കും ഒരു കോളേജ് കാലഘട്ടം ഉണ്ടാവും, ടൂറും പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ കേൾക്കുന്ന എല്ലാവർക്കും അത് ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലൊക്കെ കണക്ട് ആയിട്ടുണ്ടാവും. നമുക്ക് ഇതേ 9 വ്യക്തിത്വങ്ങളെ
നമുക്കൊരു കുടുംബത്തിന്റെ കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവരാൻ പറ്റുമോ? അതാകുമ്പോൾ കുറച്ചും കൂടി വേറൊരു വശത്തിലൂടെ നമ്മൾ ഒരു കുടുംബത്തിലാണ് ഈ 9 പേഴ്സണാലിറ്റീസ് എങ്ങനെയായിരിക്കും? അച്ഛൻ, മകൻ, ഭാര്യ, ഭർത്താവ്, ഇവരൊക്കെ. അതിലെനിക്ക് ഏറ്റവും ബെറ്റർ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താണ് ഈ പേഴ്സണാലിറ്റീൻ്റെ ഒരു ബേസ് എന്നുള്ളത് മനസ്സിലായല്ലോ. നമ്മൾ ഇതേപോലെ സൈക്കിൾ ചെയ്ത് പോകുന്ന കുറേ സമയം നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ചോദിച്ചോളൂ, ഏത് പേഴ്സണാലിറ്റി ആണ് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഇല്ല എന്നുള്ളത്? ഒരു ഉദാഹരണം പറയണമെങ്കിൽ നമുക്കൊരു അച്ഛനും മകനും തമ്മിലുള്ളൊരു ബന്ധം എടുക്കാം. ഈ പറഞ്ഞ ഒന്നാമത്തെ കാറ്റഗറി പറഞ്ഞല്ലോ, പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അച്ഛൻ. ഈ അച്ഛനും പിന്നെ നമുക്കൊരു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള 7ാമത്തെ കാറ്റഗറിയിലുള്ള ഒരു മകനെ നമുക്ക് എടുക്കാം. 7ാമത്തെ കാറ്റഗറിയാണ് എന്തൂസിയാസ്റ്റ് എന്ന് സാറ് പറഞ്ഞത്. ലൈഫ് എപ്പോഴും ചില്ല്, ജോളി ആയിട്ട് ലൈഫിനെ കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്ന മകനുണ്ട്. വളരെ പെർഫെക്ഷനിസ്റ്റ്, എല്ലാത്തിലും ഒരു പെർഫെക്ഷനിസം എക്സ്പെക്ട് ചെയ്യുന്ന അച്ഛനും ഉണ്ട്. ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും? ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന അച്ഛന് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നത് കുടുംബത്തിൽ ഇവനായിരിക്കും. കാരണം അദ്ദേഹമായിരിക്കും മറ്റേ പള്ളിയിലും അമ്പലത്തിലൊക്കെ വലിയ കാര്യങ്ങളുള്ള നാട്ടിലെ പ്രമാണിയായിരിക്കാം. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്ന, പുള്ളിയുടെ റൂമൊക്കെ വളരെ അടുക്കും ചിട്ടയിലും കാര്യങ്ങൾ ചെയ്യുന്ന, പേപ്പറൊക്കെ വായിച്ച് കറക്റ്റായിട്ട് ഒപ്പത്തിനൊപ്പം വെച്ച് മടക്കി വെക്കുന്ന, കറക്റ്റ് രാവിലെ എണീക്കും. എന്നിട്ട് എന്താ പറയാ, എല്ലാ ദിവസവും നിന്നുണ്ടാവും. ആ മകൻ രാവിലെ ഫസ്റ്റ് കേൾക്കുന്നത് അവൻ എണീക്കില്ലല്ലേ, അവൻ ഒരിക്കലും എണീക്കത്തില്ല, അവനെ കംപ്ലൈന്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ 7 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ആണെങ്കിൽ ഇവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവനെ വീട്ടിൽ കാണുന്നത് വളരെ റയർ ആയിരിക്കും. കൂടുതലും ഫ്രണ്ട്സിന്റെ കൂടെയോ അല്ലെ പുറത്തെന്തെങ്കിലും ട്രിപ്പിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയിലോ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പൊ ഇവനൊരു താന്തോന്നിയായിട്ട് എന്ത് ചെയ്യാം, ചിത്രീകരിക്കാം. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം വീട് എന്ന് പറഞ്ഞാൽ വളരെ സംഘർഷമുള്ള ഒരു സ്ഥലമായിരിക്കും. അവന് കൂടുതലും എൻജോയ് ചെയ്യുന്നത് പുറത്ത് ഫ്രണ്ട്സിന്റെ ഒപ്പം. വീട്ടിൽ നിന്ന് പുറത്തേക്കിലും അവൻ ചിലപ്പോൾ ട്രിപ്പ് അടിക്കാൻ എന്നാ പിന്നെ ഒന്ന് സുഖമായി, ഇന്ന് വീട്ടിൽ പോകണ്ടല്ലോ, ഇന്ന് പുറത്തൊന്ന് ബീച്ചിൽ പോവാം അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവാം എന്നോർത്തിട്ടൊക്കെ. അത് ഞാനിപ്പോ ഈ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആസ് യൂഷ്വൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള സൈഡാണ്. എല്ലാ പേഴ്സണാലിറ്റീൻ്റെ ഒരു ഹെൽത്തി സൈഡാണ് മെയിൻലി ഞാൻ അഡ്രസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ തന്നെ ഒരു അൺഹെൽത്തി സൈഡിൽ ഈ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള അച്ഛന് 7 എന്ന് പറയുന്ന ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മകനുണ്ട്. അപ്പോൾ ഇവർ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള പെർഫെക്ഷനിസ്റ്റ് ആണ് കേട്ടോ. ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എക്സാമ്പിൾ ചെയ്യാൻ തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പടികം എന്ന് പറയുന്ന സിനിമയിലുള്ള തിലകന്റെ ക്യാരക്ടറാണ് അല്ലെ, ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ്, ഭയങ്കര ചിട്ടയുള്ള ആ ഒരു ടീച്ചറിന് എല്ലാവർക്കും പേടിയാണ്. സ്വന്തം മകനോട് പോലും ഒരു തരത്തിലും സിമ്പതി കാണിക്കാറില്ല. ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള, പെട്ടെന്ന് നമുക്ക് കാണുന്ന സമയത്ത് നമുക്കൊരു തരം ദേഷ്യം തോന്നുന്ന തരത്തിലൊരു ക്യാരക്ടർ. ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു 1 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി. എന്നാൽ 7ന്റെ അൺഹെൽത്തി സൈഡ് ആണെങ്കിലോ താന്തോന്നിയായിട്ടുള്ള, വീട്ടിലോ കാര്യങ്ങളോ ഒന്നും കയറത്തില്ല, ഒന്നിനൊരു ശ്രദ്ധയില്ല, സ്വന്തം ഹെൽത്ത് നോക്കൂല, ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ല, വീട്ടിൽ ചിലപ്പോൾ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവും, ഇതൊന്നും മൈൻഡ് ആക്കുക പോലും ചെയ്യുന്നില്ല, പുള്ളിയുടെ സന്തോഷമായിട്ട് അങ്ങനെ പോവാണ്. ഇവര് തമ്മിൽ നടക്കുന്ന പ്രശ്നം എക്സ്ട്രീം ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ ആണ് ആ ഒരു സിനിമ. നമുക്ക് ഇതിന്റെ ഇവരുടെ ഹെൽത്തി സൈഡ് ഒന്ന് നോക്കിയാലോ. ഇപ്പൊ ഇവര് തമ്മിൽ ഇപ്പോ കോംപ്ലിമെന്റ് വീഴ്ചതരാണ്, അച്ഛനും മകനും. അച്ഛൻ 1 പെർഫെക്ഷനിസ്റ്റ് ആണ്, മകൻ 7. പക്ഷെ ഇവര് കോംപ്ലിമെന്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ഇവര് ഒത്തൊരുമിച്ച് ജീവിച്ചു പോകാൻ പറ്റും? ഒന്നിനില്ലാത്ത വേറൊന്നിനും ഉണ്ടല്ലോ. അതെ, അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അച്ഛൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ ചിലപ്പോൾ ഒരു ടൂർ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഉച്ചത്തിൽ പാട്ട് വെക്കാൻ പാടില്ല, ഡാൻസ് കളിക്കാൻ പാടില്ല, നമ്മുടെ സാമൂഹികമായിട്ടുള്ള എന്താ പറയുക മര്യാദകളൊക്കെ പാലിക്കണം, ഇങ്ങനത്തെ നിർബന്ധ ബുദ്ധിയൊക്കെ ഉള്ള ഒരച്ഛനാണെന്നുണ്ടെങ്കിൽ സന്തോഷങ്ങളൊക്കെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു പാട്ട് പാടുക, കൈകൊട്ടുക, ഡാൻസ് കളിക്കുക, ഇതൊന്നും എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള അച്ഛനെ ഈ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള എക്സ്ട്രോവേർഡ് ആയിട്ടുള്ള ഒരു മകൻ എന്ത് ചെയ്യാൻ പറ്റും? ഹെൽത്തി ആണെങ്കിൽ കേട്ടോ, ഇവർ രണ്ടുപേരുടെയും റിലേഷൻ ഹെൽത്തി ആണെങ്കിൽ ഈ ഒരു മകന് അച്ഛനെ ആക്റ്റീവ് ആക്കാൻ പറ്റും. കുറച്ചുകൂടെ എൻജോയ് ചെയ്യാനും ആക്റ്റീവ് ആക്കാനും സന്തോഷങ്ങള്. അതേപോലെ മകൻ ഇല്ലാത്തതെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം ഇതൊക്കെയാണ്. എന്ത് ചെയ്യണം, ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ അച്ഛനും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ വലിയൊരു സംഭവമല്ലേ നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്തു, അവരുടെ ലൈഫ്, രണ്ടുപേരുടെ ലൈഫ് ഹാപ്പി. യെസ്. അപ്പൊ ഇവർക്ക് ഡിസൈഡ് ഇവർക്ക് ചോയ്സ് ഉണ്ട്. യെസ് അല്ലേ? പക്ഷെ ഇതിനൊക്കെ തടസ്സമുള്ള സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈഗോയാണ് ഇതിന്റെയൊക്കെ തടസ്സം എന്ന് പറയുന്നത്. ഈഗോ ഇതൊന്നും സമ്മതിക്കില്ല. ഞാൻ അങ്ങോട്ട് പോകുക എന്ന് പറയുന്നത് അച്ഛന് ചിന്തിക്കാനേ കഴിയില്ല. മകനാണെങ്കിലോ അതിന്റെ പകുതി പോലും ചിന്തിക്കാൻ കഴിയില്ല. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും
നമ്മളിപ്പോ കാന്തത്തിന്റെ രണ്ട് സൈഡ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് യോജിക്കൂല, അതേപോലെ പോകുന്ന അവസ്ഥയായിരിക്കും. നമുക്കിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അച്ഛനും മകൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, നമുക്കിനി വേറൊരു എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫ് എടുക്കാം. ഹസ്ബൻഡ് 3 എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റീസ് ആർ അച്ചീവർ എന്നാണ് പറഞ്ഞത്. 3 വൈഫ് നമുക്ക് 4 കൊടുക്കാം. 4 ആർട്ടിസ്റ്റ് എന്നാണല്ലോ പറഞ്ഞത്. ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും? അതായത് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന വൈഫ് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും സ്വാഭാവികമായിട്ട്. അവര് പെട്ടെന്ന് ഹേർട്ടാകുക, പെട്ടെന്ന് സങ്കടം വരിക, അല്ല അവരുടെ ഒരു സൈഡ് ഒരു കംപ്ലൈൻറ്റ്, എന്താ നിന്റെ പ്രശ്നം എന്ന് ഹസ്ബൻഡ് ചോദിക്കുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അവർ കരയാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ കംപ്ലൈന്റ് പറഞ്ഞു തുടങ്ങിയിട്ടില്ല, സെൻസിറ്റീവ് ആണ്, വളരെ പെട്ടെന്ന് നമ്മളൊരു തൊട്ടാവാടീനെ പോലെ പെട്ടെന്ന് പാടും, പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആവും, വീക്ക് ആവും. ഹസ്ബൻഡ് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ആണെങ്കിൽ പുള്ളി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കരിയറാണ്. കരിയർ മീൻസ് കരിയർ ഉണ്ടെങ്കിലേ എന്റെ ഫാമിലി ഉള്ളൂ, ആ ഒരു രീതിയിലാണ്. അത് മൈൻഡ് ആക്കൂല എന്നല്ല. ഹെൽത്തി സൈഡിൽ നോക്കുന്ന സമയത്ത് അച്ചീവർ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി കുടുംബമൊക്കെ നോക്കും. അതായത് അവരെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതായിരിക്കും ഹസ്ബൻഡിന്റെ ലക്ഷ്യം. അപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്നു, അതിന് കൂടെ വേറെയും ഒരു ബിസിനസ് ചെയ്യുന്നു, അപ്പൊ കൂടുതൽ തിരക്കായി. ഇവിടെ വൈഫിന് കൊടുക്കാൻ സമയേ ഇല്ല. എന്നാൽ 4 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം, അവർക്ക് ആവശ്യമുള്ളത് ഇമോഷണൽ സപ്പോർട്ടാണ്. അവർക്ക് ഇമോഷണലി എന്താ പറയുക, ടച്ച്, ഫീല്, ഇതൊക്കെയാണ്. സംസാരം, ഒരാളുടെ പ്രസൻസ് പോലും അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം തരും. ഇതാണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുന്നുണ്ട്, പൈസ, അത് ഇത്, ഭക്ഷണം, ഇതൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് സന്തോഷമായിരിക്കും. പക്ഷെ അവർക്കൊരു തൃപ്തി കിട്ടുന്നില്ല. നമ്മുടെ ഒരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഇത് ഓരോരുത്തരുടെയും ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരു 3 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് ചെയ്യാൻ എല്ലാം നോക്കി കാണാം. ഞാൻ അത് തരുന്നില്ലേ, ഇത് തരുന്നില്ലേ, നിനക്ക് എന്താ ഒരു കുറവ്, ഇത് എന്നൊക്കെ പറയുന്ന സമയത്ത്. പക്ഷെ വൈഫിന്റെ ഭാഗത്തുനിന്ന് പറയുന്നത് എത്ര പറഞ്ഞാലും, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാ, മറ്റൊരാളുടെ സൈഡ് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാനിവിടെ 6 എന്ന് എഴുതിയിട്ട് നിങ്ങളവിടെ 9 എന്ന് പറയുന്ന സമയത്ത് ഇങ്ങോട്ടും നടക്കുന്ന മനസ്സിലാവാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അതേപോലെ അങ്ങോട്ടും ഒരു ഡിബേറ്റ് മാത്രമേ നടക്കുള്ളൂ, അല്ലാതെ ഒരിക്കലും ഒരു ക്ലാരിറ്റിയിലേക്ക് വരില്ല. ഇങ്ങനെയായിരിക്കും ഇവരുടെ റിലേഷൻഷിപ്പ് ഒരു അൺഹെൽത്തി സൈഡിൽ പോവാ. അപ്പൊ ഈ 4ന്റെ ഇമാജിനേഷൻ എന്തായിരിക്കും? ഇപ്പൊ ഭർത്താവ് 3 എന്ന അച്ചീവർ എന്നുള്ള ഒരു ഭർത്താവാണ്. 4 ഹാപ്പി ആവണമെങ്കിൽ ഭർത്താവിന് എന്താണ് 4 എക്സ്പെക്ട് ചെയ്യണത് ഭർത്താവിൽ നിന്ന്? ഇമോഷണൽ സപ്പോർട്ട്. ഇവർ കുറച്ചും കൂടെ, നമ്മളിപ്പോ ഈ കാവ്യഭാവനയൊക്കെയുള്ള ആളുകളാണ്. നമ്മളിപ്പോ ഒരു കവിത, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രണയത്തെ കുറിച്ചുള്ള ഒരു കവിതയിൽ കാമുകിയും കാമുകനും എങ്ങനെയായിരിക്കും? ഒരു നോവലില്, പ്രണയത്തെ കുറിച്ചിട്ടുള്ള ഒരു നോവലില് ഈ കാമുകന്മാർ എങ്ങനെയായിരിക്കും? അതേപോലെ കുറച്ചും കൂടെ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള സംസാര രീതിയും ചിന്താഗതിയും ഓക്കെ, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കുറെ ഇമാജിനേഷൻസും ആഗ്രഹങ്ങളൊക്കെ അവിടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ഇതിനെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്തൊരു പാർട്ട്ണറാണ് ഓപ്പോസിറ്റ് ഉള്ളതെങ്കിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അവർ ചിലപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, ഇതെന്റെ വിധി എന്നുള്ള രീതിയിൽ ഒതുങ്ങി അങ്ങോട്ട് ജീവിക്കും. അവർ കവിതകൾ എഴുതും, ദുഃഖത്തെ കുറിച്ച് അവർ പറയും. അവരുടെ ഉള്ളിൽ ചില ആളുകൾ അത് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല, എഴുതണം എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ. ചില ആൾ എഴുതത്തൂല, ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിക്കും, ചിന്തകളിൽ ഇങ്ങനെ മുഴുകിയിട്ട് അവരുടെ ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്നർലി അവർ തീരെ ഹാപ്പി ആയിരിക്കില്ല. ഇവരുടെ വളർച്ച, ഇവരുടെ നല്ലൊരു പോസിറ്റീവ് സൈഡ് എങ്ങനെയായിരിക്കും? 2 തമ്മിലുള്ള പേഴ്സണാലിറ്റി ഒരു കോംപ്ലിമെന്റ് ടു ഈച്ച് അതർ, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരിക്കുമോ? ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ സൊല്യൂഷൻ. ഉദാഹരണത്തിന് 3 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഇതാണ് അവരുടെ നീഡെന്ന് തിരിച്ചറിയുന്ന പക്ഷം അവിടുത്തെ പ്രശ്നം സോൾവ് ആയല്ലോ. പക്ഷെ ഇതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്റെ കാഴ്ചപ്പാട് തന്നെയാണ് ഇതിന്റെ തടസ്സം എന്ന് പറയുന്നത്. എനിക്ക് മറ്റൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല. അത് മനുഷ്യന്റെ ഒരു പോരായ്മയായിട്ട് നമ്മളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ 4 എന്ന് പറഞ്ഞ വൈഫും മനസ്സിലാക്കണം, 3യുടെ ഹസ്ബൻഡിന്റെ വേ ഓഫ് എക്സ്പ്രഷൻ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യലാണ്. അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നത് ഈ രീതിയിലാണ്, അവരുടെ ബിഹേവിയർ ഇങ്ങനെയാണ്. അപ്പൊ അവരെന്നെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, പൂർണ്ണമായിട്ട് ഞാൻ വിചാരിച്ചൊരു ലെവലിലേക്ക് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആക്കി കിട്ടത്തില്ല. ഓക്കെ, അവരെങ്ങനെയാണോ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത്, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് വേണം. അവിടെ ഈ പ്രോബ്ലം സോൾവ് ആവും. നമുക്ക് ഇനി വേറൊരു കോണ്ടെക്സ്റ്റില് കാര്യങ്ങളെ നോക്കി കണ്ടാലോ? ഇത് നമ്മളിപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഹസ്ബൻഡ് വൈഫ് തന്നെ എടുക്കാം. ദാമ്പത്യ ജീവിതം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ. നമുക്ക് ഒരു ഇൻട്രോവേർട്ട് എന്ന് സാറ് പറഞ്ഞത് 5 ആണല്ലോ. 5 എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റിയാണ് ഇൻട്രോവേർട്ട്. നമുക്ക് ആ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഹസ്ബൻഡിനെ കൊണ്ടുവരാം ചിത്രത്തില്.
വൈഫിന് നമുക്ക് ഈ പറഞ്ഞ എക്സ്ട്രോവേർട്ട് 7 ആക്കാം. 7 എന്തൂസിയാസ്റ്റ് ആണ്, ലൈഫ് എപ്പോഴും ജോളി ചിൽ ആയിട്ട് നടക്കുന്നതാണ്. 5ന്റെ സ്വഭാവം ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്, ഇൻട്രോവേർട്ട് ആണ്. അവർ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. ഇവർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്കൊന്ന് വിശകലനം ചെയ്താലോ? ഇതിലെനിക്ക് തോന്നുന്നത്, എനിക്ക് ഇങ്ങനത്തെ 1-2 കൗൺസിലിങ്ങുകൾ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എന്നല്ല, മുമ്പ് പറഞ്ഞതൊക്കെ ഞാൻ റിയൽ എക്സാമ്പിൾസ് വെച്ചിട്ടാണ്, ജസ്റ്റ് ഈ പുസ്തകത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടല്ല. അപ്പോൾ ഈ 7 എന്ന് പറയുന്ന ഓവർ എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള, ഞാൻ അങ്ങനെ പറയാം, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണോ വൈഫ്, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള വൈഫ്, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള വൈഫും അതേപോലെ തന്നെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഹസ്ബൻഡും, ഇവരുടെ റിലേഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കല്യാണ പരിപാടിക്ക് പോവാണ്. അപ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഹസ്ബൻഡ് പറയും, നീ പോയിട്ട് വാ, ഞാനിവിടെ ഇരിക്കുന്നുണ്ടാവും, ഞാൻ അവിടെ കാറിൽ വെയിറ്റ് ചെയ്യാം. അവരൊക്കെ നിങ്ങളെ ചോദിക്കും, നിങ്ങൾ വരണം, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയും. അപ്പം എന്ത് ചെയ്യും, ഒരു ഫോർമാലിറ്റിക്ക് അവിടെ പോകുന്ന സമയത്ത് കുറേ സംസാരങ്ങൾ തുടങ്ങും. ഇവർക്കിത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അവരിയ്ക്കാൻ പറയും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഇവരെ പരിചയപ്പെടുന്നു. ഇവർക്കിത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും. എന്നാൽ വൈഫാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഓക്കെ, എനർജി കിട്ടുന്നത് കൂട്ടത്തിലാണ്. അവര് കല്യാണ പരിപാടിക്ക് പോകുമ്പോഴൊന്ന് സന്തോഷിക്കുന്നത്. ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയിട്ട് കുറച്ചു നേരം ഒന്ന് സമാധാനമായിട്ടൊന്ന് ഇരുന്നാൽ മതി എന്നുള്ള ചിന്താഗതിയാണ്. അപ്പോൾ ഇവർക്ക് പലപ്പോഴും ഇപ്പോൾ ഇങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ വൈഫ് ചിന്തിക്കുന്ന, വൈഫിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നത് കൂടുതലും ഹസ്ബൻഡ് എവിടെ, അവരെന്താ വരാത്തെ, ഈ ചോദ്യം റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും അല്ലെ. മിക്ക സ്ഥലങ്ങളിലും പോകില്ല, വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് കാലിന് സുഖമില്ല, അല്ലെങ്കിൽ തലവേദനയാ, ഞാൻ അവിടെ പോയിരിക്കുക, ഇവിടെ പോയിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഒരു ഒഴിവ് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഹസ്ബൻഡ് വൈഫിനൊട്ടൊക്കെ വിടും, അല്ല അവരുടെ വേറെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ അവരെ വിടും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവർ വരത്തില്ല. ഇതിങ്ങനെ പറഞ്ഞവർക്ക് മടുപ്പായിരിക്കും. അപ്പോൾ കുറേ കഴിയുന്ന സമയത്ത് ഫാമിലി മെമ്പേഴ്സിനൊക്കെ മനസ്സിലാവും, ഈ തലവേദന ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ആ ഒരു പ്രശ്നം ഉറപ്പായിട്ടും ആ ഒരു വൈഫ് നേരിടുന്നുണ്ടാവും. യെസ്. പിന്നെ എനിക്ക് തോന്നുന്നു 5 എന്ന് പറയുന്ന പേഴ്സണാലിറ്റിക്ക് ചിലപ്പോൾ അവരെ കൂടുതലായിട്ട് ഫോഴ്സ് ചെയ്യുന്നത്, ആക്റ്റീവ് അവർക്ക് ഇഷ്ടപ്പെടില്ല. യെസ്, ഇതായിരിക്കും അവര് നേരിടുന്ന ഏറ്റവും വലിയൊരു സമ്മർദ്ദം. എന്നെ ഫ്രീ ആക്കി വിടൂ എന്നുള്ളതാണ് അവര് പറയാതെ പറയാൻ ശ്രമിക്കുന്നത്. യെസ്, ഇവർക്ക് ഇപ്പൊ 5-ന് ചില ഒരുപാട് പ്ലസസ് ഉണ്ട് അല്ലെ. 5-നെ സംബന്ധിച്ചോളം ഡീപ് തിങ്കേഴ്സ് ആണ്, അവർക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ റിസർച്ച് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. 7ന്റെ പ്ലസ് എന്ന് വെച്ചാൽ അവർക്ക് ഒരു, സാറ് പറഞ്ഞതും മറ്റേ സ്കൂൾ ടൂറിന്റെ, അവർ ഗ്രൂപ്പിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ കഴിവുള്ള വ്യക്തികളാണ്. ഇവർ രണ്ടുപേരും എങ്ങനെ നമുക്ക് കോംപ്ലിമെന്റ് ആയിട്ട് ജീവിക്കാം? ഒന്നിനില്ലാത്ത മറ്റൊന്നിനുണ്ട് ഇവിടെ അല്ലെ. 7 ഇല്ലാത്ത 5-നുണ്ട്, 5-ന് ഇല്ലാത്ത 7-നും ഉണ്ട്. അപ്പൊ അതായത് ഒരു എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ടിന്റെ റിലേഷൻഷിപ്പിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, പരസ്പരം ഒരു ധാരണയിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, കോപ്പറേറ്റ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് കുറച്ച് ഹാപ്പിനെസ് വേണം, അത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടല്ല വേണ്ടത്. ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിന് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള വൈഫ് എന്ത് ചെയ്യാണ്, എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഡാൻസ് കളിക്കുക എന്നുള്ള ഒരു പുഷ് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യും, എല്ലാവരും മുമ്പിൽ വെച്ച് പെർഫോം ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ അവർക്ക് ഓക്കെ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ആ സമയത്ത് ഇത് സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മളത് പറയണം. അപ്പൊ 5 സോഷ്യൽ ഓക്വേർഡ്നെസ് ഉള്ള ഒരു കൂട്ടരാണ് ഈ പറഞ്ഞ ഇൻട്രോവേർട്സ് അല്ലേ. അവർക്ക് ഈ സ്മോൾ ടോക്സ്, ചെറിയ അതൊന്നും അത്ര അവർക്ക് ഒരു ചുരുങ്ങിയ ലോകത്ത് ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടം. നമ്മുടെ വലിയ ബഹളം നിറഞ്ഞ ഈ ഒരു ലോകത്തേക്ക് എൻ്റർ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഇൻട്രോവേർട്ടിനെ കുറിച്ചൊരു തെറ്റിദ്ധാരണയില്ലേ, അവർക്ക് ഭയങ്കര സോഷ്യൽ ഫിയർ ആണ്, സമൂഹത്തിൽ പോകുമ്പോൾ അവരിങ്ങനെ പേടിച്ചിരിക്കുകയാണ്. എക്സാക്ട് ഇൻട്രോവേർട്സിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ പേഴ്സണാലിറ്റി സൈക്കോളജിയിലൊക്കെ ഇവർക്ക് ഈ സാധനം ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ആവശ്യമില്ല. നമ്മൾ വിചാരിക്കുന്ന ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ എല്ലാവരും ഡാൻസ് കളിക്കുന്ന പാർട്ടി നടത്തുന്ന സമയത്ത് അയ്യോ എനിക്കിങ്ങനെയൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് വിലപിക്കുന്ന ഒരാളാണെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ റിയൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ, ഞാൻ നേരത്തെയും പറഞ്ഞു, റിയൽ ഇൻട്രോവേർട്സ് ആണെങ്കിൽ ഇവരൊക്കെ എന്തോ നീ കാണിക്കുന്നത്, വെറുതെ സമയം കളയുന്നു എന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യല്ലേ എന്നുള്ള രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. അത് അവരെന്ത് ചെയ്യുന്നുണ്ടാവില്ല, അങ്ങനെ ചിന്തിച്ചോളണമെന്നില്ല. അപ്പൊ ഇത് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളപ്പോൾ ആരായിരിക്കും, ഇത് ഇൻട്രോവേർട്ട് ആണെന്ന് സ്വയം ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അവർക്ക് കൂടുതലും ആംബിവേഴ്സ് ആയിരിക്കും. മനസ്സിലായി. ഓക്കെ. ഇപ്പൊ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോൺഫ്ലിക്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. വ്യത്യസ്തമായ പേഴ്സണാലിറ്റീസ് ഒരുമിച്ച് ജീവിക്കുമ്പോഴുള്ള കോൺഫ്ലിക്ട്സ് അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണല്ലോ ബ്രേക്കപ്പ്. അപ്പോൾ ഓരോ വ്യക്തിത്വങ്ങളും
ബ്രേക്കപ്പിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊന്ന് നമുക്കൊന്ന് എടുത്താലോ? ഇപ്പൊ ഒന്നെന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി തന്നെ എടുക്കാം. ഒന്ന് പറഞ്ഞത് പെർഫെക്ഷനിസ്റ്റ് ആണ്. അവർക്ക് എല്ലാത്തിലും ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ചിട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ ഉണ്ടാവുക. അപ്പൊ അവരെങ്ങനെയായിരിക്കും ബ്രേക്കപ്പിനെ കാണുന്നത്? അതായത് പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, ഭയങ്കര ചിട്ടയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, വളരെ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി വളരെ ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യുന്ന, നിർബന്ധ ബുദ്ധിയുള്ള, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിക്ക് ബ്രേക്കപ്പ് കിട്ടുകയാണ്. ബ്രേക്കപ്പ് വന്നു. ഈ ബ്രേക്കപ്പ് വരുന്ന സമയത്ത് ഇവരെങ്ങനെയായിരിക്കും ഫേസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിൽ നല്ല സമ്മർദ്ദം ഉണ്ടാവും. ഓപ്പോസിറ്റുള്ള പാർട്ട്ണറിനെ എനിക്ക് കിട്ടാതെ പറ്റില്ല എന്നുള്ളത് അവർക്ക് 100% അറിയാം. പക്ഷെ അവരത് കാണിക്കില്ല, ഹൈഡ് ചെയ്യും. അതായത് എനിക്ക് ഒരു കുഴപ്പമില്ല, നീയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാനൊക്കെ സുഖമായിട്ട് ജീവിക്കും. അങ്ങനെ പുറമേ കാണിക്കുന്നത് വൻ മാസ് ഡയലോഗ് ആയിരിക്കും. പക്ഷെ അകത്ത് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പകല് മുഴുവൻ മാസ് ഡയലോഗ് അടിച്ച് രാത്രി കരഞ്ഞിരിക്കേണ്ട അവസ്ഥയായിരിക്കും. ആരും കാണത്തില്ല, ആരും കാണാതെ വളരെ രഹസ്യമായിട്ട്. കാരണം അവരവരുടെ സെൽഫിനെ വല്ലാതെ ഹൈഡ് ചെയ്യുന്ന ആളുകൾ. ഓക്കെ, അവരവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഷോക്കേസ് ചെയ്യാൻ തീരെ ഇഷ്ടമല്ല അവർക്ക്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്ന് ചോദിക്കുമല്ലോ, ഈഗോസ്റ്റിക്കാ, റിക്വസ്റ്റ് ചെയ്ത് ഒരു മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ഒന്ന് ചോദിച്ചാലോ, കോംപ്രമൈസ് ചെയ്യാനുള്ള ശ്രമം. അവർ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും, ഉള്ളിൽ നിന്ന് ഇങ്ങനെ പ്രഷർ ചെയ്യുന്നുണ്ടാവും. ചോദിക്ക് ഒന്ന് ചെന്ന് സോറി ഒക്കെ പറഞ്ഞ് തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ, ഒന്ന് ചെന്ന് അപ്രോച്ച് ചെയ്യും. അവർക്ക് എന്താ പറയാ, മറ്റൊരാളുടെ മുമ്പിൽ തല താഴ്ത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരങ്ങോട്ട് ചെന്ന് നീയില്ല, താഴ്ന്നു കൊടുക്കത്തില്ല, താഴത്തില്ലടാന്ന് പറയുന്നത്. ഒറ്റയ്ക്കിരുന്ന് കരയും. അവരുടെ കംഫർട്ട് സോണിൽ അവരുടെ ഇമോഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്തേക്കാം, ചെയ്യാതിരിക്കാം. നമുക്ക് രണ്ട് ഹെൽപ്പർ എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റിയിലൂടെ എത്താം. ഹെൽപ്പറിന്റെ സ്വഭാവവും സവിശേഷതകളെല്ലാം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഹെൽപ്പർ എങ്ങനെ ഈ ബ്രേക്കപ്പിനെ ഫേസ് ചെയ്യും? ഹെൽപ്പർ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി, അതായത് ഹെൽപ്പർ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി നമുക്കറിയാലോ, ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്ന, അംഗീകാരം ആഗ്രഹിക്കുന്ന, മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ ആഗ്രഹിക്കുന്ന നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഈ ഒരു പേഴ്സണാലിറ്റിക്ക് ബ്രേക്കപ്പ് കിട്ടുകയാണ്. ഇവർക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് എനിക്ക് ഈ ബ്രേക്കപ്പിന്റെ ആവശ്യം എന്താണ്, അല്ലേ? നമുക്ക് രണ്ട് എന്ന് പറഞ്ഞ ഒരു പേഴ്സണാലിറ്റി, ഹെൽപ്പർ എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി എടുക്കാം. ഇപ്പൊ ഹെൽപ്പറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, ഹെൽപ്പർ എന്ന് പറയുമ്പോൾ അവര് നെഞ്ച് തകർന്നു പോകും ബ്രേക്കപ്പ് വരുമ്പോൾ. അവര് സെൽഫ് വിക്ടിമൈസ് ചെയ്യും. ഞാൻ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ, എന്നാലും എന്നോട് ഇങ്ങനെ പെരുമാറിയല്ലോ, ഞാൻ എത്രത്തോളം അവന് വേണ്ടിയിട്ട് ചെയ്തു, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഞാൻ ചെയ്തു, എന്നാലും എന്നോട് ഇങ്ങനെ പെരുമാറേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ചിന്തിക്കും. പക്ഷെ അവർ കുറച്ച് സിമ്പതി തോന്നി തുടങ്ങും. അവർ ഹെൽപ്പർ ആണല്ലോ, അവർക്ക് ഹെൽപ്പ് ചെയ്യണതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പൊ അവരെങ്ങനെ ഈ ബ്രേക്കപ്പിനെ കാണും? അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഹെൽപ്പർ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി, അവർ മറ്റുള്ളവരെ പീപ്പിൾ പ്ലീസിങ് ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്. ഇവർക്ക് ബ്രേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് അവരോട് നല്ല അരീശുണ്ട്, ഇങ്ങോട്ട് ബ്രേക്കപ്പ് ചെയ്യാണ് ചെയ്തത്. എന്നിരുന്നാലും അവർ വിളിച്ചാൽ പിന്നെ അവർ അങ്ങോട്ട് പോകും. ഓക്കെ, അവർക്ക് അങ്ങനെ ഒരാളെ അങ്ങനെ ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ തന്നെ മറ്റൊരാളെ ഒഴിവാക്കാനൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ സ്വയം ഒരു വിക്ടിമായിട്ട് ഇവർ ചമയും. ഓക്കെ, എൻ്റെ വിധിയാണിത്, ഞാനിങ്ങനെയാണ്, എന്ത് ചെയ്യാനാണ്, എൻ്റെ അവസ്ഥ ഇങ്ങനെയായി, അതൊക്കെ ഞാൻ സഹിക്കണം, എന്നാലും പുള്ളിനോട് നമുക്ക് വിരോധമൊന്നുമില്ല, പെട്ടെന്ന് ക്ഷമിക്കും, കുറച്ചും കൂടെ ക്ഷമാശീലരായിരിക്കും. അപ്പോൾ ഇവർക്ക് ബ്രേക്കപ്പ് വരാനുള്ള സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സ്വാഭാവികമായിട്ട് ഇവരുടെ ഒരു പെരുമാറ്റം വെച്ചിട്ട് ഇത്തരം ആളുകൾക്ക് ബ്രേക്കപ്പ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്നാലും നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് പറയാൻ കഴിയില്ല, ചിലപ്പോൾ വളരെ നിരപരാധികളായിട്ടുള്ള സാധുക്കളെ വരെ ഉപേക്ഷിച്ചു പോകാറുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ മൂന്ന് എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി അച്ചീവർ ആണ്, അല്ലേ? അവർക്ക് അച്ചീവ്മെന്റ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഇമ്പോർട്ടൻറ്റ്. അവരൊരു ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ അവര് വളരെ ഇമേജ് ഡ്രിവൺ ആണല്ലോ. അപ്പൊ അവരെങ്ങനെയാണ് ഈ ബ്രേക്കപ്പിനെ പ്രതികരിക്കുക? അതായത് 3 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി അച്ചീവർ, അവർക്ക് എപ്പോഴും കാര്യങ്ങൾ നേടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. ഇവർക്ക് ബ്രേക്കപ്പ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെക്കാളും വലിയൊരാളെ ഇവർക്ക് കിട്ടത്തില്ല. അവരുടെ മുമ്പിൽ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇന്നലെ വരെ അവൻ്റെ എന്താ പറയുക പേഴ്സണലായിട്ടുള്ള സക്സസിന് വേണ്ടി അവൻ പ്രയത്നിച്ചുകൊണ്ടിരുന്നത് 60% ആണെങ്കിൽ 110% ആയിരിക്കും പിറ്റേ ദിവസം മുതൽ. കാരണം ജിമ്മിൽ എല്ലാ ദിവസവും പോകുന്നുണ്ടാവും, പ്ലാനിങ്ങും കാര്യങ്ങളും ഭയങ്കര ഉറക്കം ഒഴിച്ചിട്ട് എന്ത് ചെയ്യും, അവിടത്തേക്ക് എത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്യും.
കാണിച്ചു കൊടുക്കും. അവന് എന്താണോ അവനിപ്പോൾ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്, അപ്പം അവന് എന്താണോ ഈ ലോകത്ത് ഏറ്റവും നേടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നേടിയിട്ട് ഏറ്റവും ടോപ്പിലേക്ക് എത്തണം. ഉദാഹരണത്തിന് എത്രത്തോളം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം എനിക്ക് ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ പാർട്ട്ണറിന്റെ ഹസ്ബൻഡ് എന്നെ ബ്രേക്കപ്പ് ചെയ്ത് പോയി, അവരുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യണം, എൻ്റെ അണ്ടറിൽ പണിയെടുക്കുന്നത് പോലെ, ആ ഒരു കമ്പനീൻ്റെ ഓർഡർ ഞാനാകുന്നത് പോലെ, ആ ലെവലിൽ ഇവര് ഡ്രീമിങ് ചെയ്യുകയും അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ട് പണിയെടുക്കുകയും ചെയ്യും. അതിലായിരിക്കും അവർ ഫോക്കസ് ചെയ്യുക. അങ്ങനത്തെ ഒരു റിവെഞ്ച് മെന്റാലിറ്റി ഉണ്ടാവും എന്ന് പറയാം. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ 4 എന്ന് പറഞ്ഞല്ലോ. 4 എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി ആർട്ടിസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആർട്ടിസ്റ്റ് എന്നുള്ളത് സ്വയം അവരുടെ ഒരു ഉള്ളിലൊരു ലോകം ഉണ്ട് അവർക്ക്. അവരൊരു ബ്രേക്കപ്പിൽ വരാണെങ്കിൽ അവരൊരു പക്ഷേ സ്വയം കുറ്റപ്പെടുത്തിയേക്കാം. അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചു ഇവരെങ്ങനെയാണ് ബ്രേക്കപ്പ് ചോദിച്ചോ. ഓക്കെ, നമുക്ക് 4 എന്ന് പറഞ്ഞൊരു പേഴ്സണാലിറ്റിനെ കുറിച്ച് സംസാരിച്ചാലോ. 4 എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് ആണ് അല്ലെ, അവർക്ക് സ്വയം ഉള്ളിലൊരു ലോകം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അവരുടെ സ്കെയിൽസ് എല്ലാം ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇവരെങ്ങനെയാണ് ഒരു ബ്രേക്കപ്പിനെ നേരിടുന്നത്? എനിക്ക് തോന്നുന്നു ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരവസ്ഥ ഇവരുടേതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിഗ്രാമിലെ ടോട്ടൽ പേഴ്സണാലിറ്റിയിൽ ഏറ്റവും സൂയിസൈഡൽ ടെൻഡൻസി കൂടുതലുള്ള പേഴ്സണാലിറ്റി ടൈപ്പ് 4 എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. ഇവർ ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്കാണ്. ഇവർക്കൊക്കെ ഒരു ബ്രേക്കപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ചിന്തിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് എല്ലാത്തിനും കാരണക്കാരൻ, എൻ്റെ മിസ്റ്റേക്കാണ്, സെൽഫ് ക്രിറ്റിസൈസ് ചെയ്യാൻ തുടങ്ങും. അവരെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തും, എൻ്റെ മിസ്റ്റേക്ക്, ഞാൻ കാരണം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി ആ ലെവലിലേക്ക് അവരെന്ത് ചെയ്യും, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഞാനാണ് എന്നോട് പറയാം. എനിക്ക് തോന്നുന്നു ഈ 4 എന്ന് പറയുന്ന പേഴ്സണാലിറ്റീൻ്റെ അവസ്ഥയായിരിക്കും ഇതിൽ ഏറ്റവും ദയനീയം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എനിഗ്രാമിലെ ടോട്ടൽ പേഴ്സണാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡൽ ടെൻഡൻസിയുള്ള പേഴ്സണാലിറ്റിയാണ്. അതായത് അവർക്ക് ആത്മഹത്യാ പ്രവണത കൂടുതലാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഇമോഷണലി ഭയങ്കര വീക്കാണ്. ഒരു ബ്രേക്കപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, ഒരു പാർട്ട്ണറാണ് നഷ്ടപ്പെട്ടുള്ളൂ, ജീവിതം മുന്നോട്ടും കിടക്കുന്നുണ്ട്, അതൊന്നും ചിന്തിക്കാതെ അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ അർഹനല്ല, ഇങ്ങനെ സെൽഫ് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരുപാട് തോട്ട്സ് കൊണ്ടുവന്നത്, അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് അവരുടെ തോട്ട് പ്രോസസ്സിങ് കൊണ്ടുവന്നതിന് ശേഷം ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് വരെ നടത്താൻ സാധ്യതയുള്ള പേഴ്സണാലിറ്റിയാണ് 4. അപ്പോൾ ഇവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈവൻ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് അവരെ ഡീൽ ചെയ്യുക. ബ്രേക്കപ്പ് നടത്തുകയാണെങ്കിൽ ഒറ്റയടിക്ക് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ പാടില്ല. കാരണം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഞാൻ കാരണം ഈ ലോകത്ത് മറ്റൊരാൾ മരണപ്പെടുക എന്ന് പറയുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന സമ്മർദ്ദം ഉണ്ടല്ലോ, അതായത് ജീവിതകാലം മുഴുവൻ എന്നെ അത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് എല്ലാ ദിവസത്തെയും ദുസ്വപ്നമായിരിക്കും അത്. ഒരു ദിവസം എനിക്ക് സമാധാനം തരില്ല. ഈ ചിന്ത എന്നെ വല്ലാതെ ഇങ്ങനെ അലട്ടി എന്നെ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 5 എങ്ങനെ ബ്രേക്കപ്പിനെ ഡീൽ ചെയ്യുന്നു നമുക്ക് നോക്കിയാലോ. 5 എങ്ങനെ ബ്രേക്കപ്പിനെ ഡീൽ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പുകഞ്ഞ ഉള്ളി പുറത്ത്. 5 ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മൈൻഡ് ചെയ്യാനും വേറെ കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവാനും ഓക്കെ, അത് കുറച്ചും കൂടെ അവർ ഇമോഷണലി ഭയങ്കര കണക്റ്റ് അല്ലാത്ത ആളുകളാണെങ്കിൽ അവർ കണക്റ്റ് ആവാനുള്ള സാധ്യത കുറവാണ്. അതായത് ഇപ്പോൾ ലോകോത്തരമായിട്ടുള്ളൊരു സ്റ്റഡിയിൽ പറയുന്നത്, ലോകത്ത് ഏറ്റവും കൂടുതൽ മാരീഡ് അല്ലാതെ സിംഗിൾ ലൈഫ് കീപ്പ് ചെയ്യുന്ന ആളുകൾ 5s ആണ്. ഓക്കെ, അത് എക്സാക്ട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സണാലിറ്റി. ഇവരാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, കല്യാണം കഴിക്കാതെ അല്ലെങ്കിൽ സിംഗിൾ ലൈഫ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ സീരിയസ് ആവാനുള്ള സാധ്യത കുറവാണ്. എന്നാലും സാധ്യതയുണ്ട്, അങ്ങനെ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. അഥവാ ഇവർ സീരിയസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് സമയം അവരെന്ത് ചെയ്യും, സെൽഫ് ഹീൽ ചെയ്യാൻ ശ്രമിക്കും. അവർക്ക് സെൽഫായിട്ട് ഹീൽ ചെയ്യാൻ അറിയാം. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം തന്നെ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. അവരും ഇതേപോലെ റിപ്പീറ്റ് അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കണമെന്നില്ല. അത്യാവശ്യം ഈഗോ പ്രോബ്ലം അവർക്കും ഉണ്ട്. ഈ 5 എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി പൊതുവെ കൗൺസിലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വിഷമമുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്ന് പറയുന്നുണ്ടല്ലോ, ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി. ഉറപ്പായിട്ടും അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല നോളജ് ഉള്ള ആളുകളാണ്, ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അവർ പരമാവധി എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതലേ അവർ ശീലിക്കുന്നത് സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്തിട്ടായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണമെന്നില്ല, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല. അവർ സ്വന്തം തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ആളുകളാണ്. നമുക്കിനി 6 ലോയലിസ്റ്റ് എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി, കുറച്ച് ഈ പറഞ്ഞ 4ന്റെ പോലെ തന്നെ വളരെയധികം തകർന്നു പോകുന്ന ഒരു പേഴ്സണാലിറ്റി ആവാൻ സാധ്യതയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് 6 ലോയലിസ്റ്റ്. അവരെങ്ങനെ ഈ ഒരു ബ്രേക്കപ്പിനെ ഹാൻഡിൽ ചെയ്യും? അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും നല്ലൊരു ഷോക്കിംഗ് ആയിരിക്കും. അവരുടെ ആശ്രയം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഡിപ്പെൻഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. ഇനിഗ്രാമിലെ 6 എന്ന് പറയുന്ന പേഴ്സണാലിറ്റീനെ കണക്ട് ചെയ്യുന്നത് ഡിപ്പെൻഡിങ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ട്ണർ മാത്രമായിരിക്കില്ല, ഒരു മെന്റർ, അവരെ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു നാഥൻ, എല്ലാം അവരിലേക്ക് ചുരുങ്ങാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാൾ നഷ്ടപ്പെടുന്ന സമയത്ത് ഒരു തണല് നഷ്ടപ്പെട്ടതുപോലെ ആയിരിക്കും അല്ലേ, നമ്മുടെ അടിത്തറ നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത്. മരുഭൂമിയിൽ ഒറ്റപ്പെട്ട പോലെ അവര് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഇമോഷണലി ഷാറ്റേർഡ് ആയി പോകും. അത് മാത്രമല്ല, ഫ്യൂച്ചറിൽ അവർക്ക് മറ്റൊരാളെ ട്രസ്റ്റ് ചെയ്യാൻ പേടിയും വരും. ഫ്യൂച്ചറിൽ ഒരു കല്യാണം കഴിക്കുകയാണ്, അടുത്തൊരു ആലോചന വരികയാണെങ്കിൽ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. ചില ആളുകൾക്ക് സംശയരോഗം വരെ വരാം, ഭയങ്കര സംശയം, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുമോ, ഇതും പോവോ, ഭയങ്കര ആങ്സൈറ്റി, ഇതൊക്കെ സംഭവിക്കാം. അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൗൺസിലിങ്ങിനൊക്കെ ഇവര് കൗൺസിലിങ്ങിന് വരുന്ന ആളുകളും കൂടിയാണ്. വില്ലിംഗ് ആവും. നമുക്ക് ഇനി 7 എന്ന് പറഞ്ഞ എക്സ്ട്രോവേർട്ട്, ലൈഫ് ജോളി ഒക്കെ ആയിട്ട് നടക്കുന്ന എക്സ്ട്രോവേർട്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം. 7 എങ്ങനെ ഈ പറഞ്ഞ ബ്രേക്കപ്പിനൊക്കെ ഡീൽ ചെയ്യും? അതായത് എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഈ ഒരു പേഴ്സണാലിറ്റിക്ക് ബ്രേക്കപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഫസ്റ്റ് ചെയ്യുന്നത് ഒളിച്ചോടുക എന്നുള്ളതാണ്. ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കും. ഉദാഹരണത്തിന് ഒരു മണാലിക്ക് ഒരു ട്രിപ്പ് പോകുന്നു, ഓക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുന്നു, ഫ്രണ്ട്സിന്റെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഉറങ്ങാൻ വേണ്ടി മാത്രം വീട്ടിലേക്ക് വരുന്നു. ഇങ്ങനെ എന്ത് ചെയ്യും, കുറെ ഒളിച്ചോടാൻ ശ്രമിക്കും. എന്നാൽ ഈ ഒളിച്ചോട്ടം ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. അവർക്ക് ഈ സാധനം പിന്നീട് അവരെ പിന്നെയും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സാധനം കൊണ്ട് അവർക്ക് ആ ഒരു സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടി നിരന്തരമായിട്ട് ഓട്ടങ്ങളിലാകുന്ന ഒരവസ്ഥയായിരിക്കും ഇവർക്ക് വരുന്നുണ്ടാവുക. ചില ആളുകൾക്ക് ഈ ഒരു ഓട്ടം ഇങ്ങനെ തുടർന്ന് കുറെ കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് ഹീലാവാറുണ്ട്. ഇല്ല, ചിലപ്പോൾ വേറൊരു റിലേഷനിൽ പെട്ടെന്ന് അവർ കമ്മിറ്റഡ് ആവാം, വേറെ എന്തെങ്കിലും എന്റർടൈൻമെന്റ്, അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആവും. അതിനുള്ള സാധ്യത ഉണ്ടല്ലേ? ഒന്ന് പോയി കഴിഞ്ഞാൽ അവർ വേറെ ഒന്നിൽ പെട്ടെന്ന് കമ്മിറ്റഡ് ആവുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവര് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരാളാണ്. ജീവിതം സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ട് എന്റെ ജീവിതം നശിപ്പിക്കേണ്ട എന്നുള്ള ചിന്താഗതി അവരുടെ ഉള്ളിൽ. ഡ്രഗ് അഡിക്ഷൻ ആ വഴിയിലോട്ട് അവർ പോകാൻ സാധ്യതയുണ്ടോ? അവര് ഇപ്പോ ഞാൻ പറഞ്ഞുതരാം. എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഈ 7 എന്ന് പറയുന്ന പേഴ്സണാലിറ്റിക്ക് ബ്രേക്കപ്പ് വരുന്ന സമയത്ത് ഈ ഒരു പേഴ്സണാലിറ്റി ഒരു അൺഹെൽത്തി സ്റ്റേജിലാണ് നിൽക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ അത് മറക്കാനുള്ള സന്തോഷം അതെന്തുമാകാം. അതിനവരൊരു നല്ലത് ചീത്തത് എന്നുള്ളൊരു കാറ്റഗറി അവർ കൊടുക്കൂല. ഒരു കള്ളു കുടിക്കുന്നതാണെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിലും എങ്ങനെയും എൻ്റെ മനസ്സിന്റെ സ്ട്രെസ് എനിക്ക് റിലീസ് ചെയ്യണം, എനിക്ക് എൻ്റെ മനസ്സിനെ പൂർണ്ണമായിട്ട് ഹാപ്പി ആക്കണം. അപ്പൊ അതിനെന്തും ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരാം. അവരുടെ സന്തോഷത്തിന് അവർ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇവരാരുടെങ്കിലും അടുത്ത് പോയിട്ട് കരയാറുണ്ടോ? ഓക്കെ, കരയാറുണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ പേഴ്സണാലിറ്റീസും കരയുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. 7 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഈ പേഴ്സണാലിറ്റി ആരുടെ മുമ്പിൽ വേണമെങ്കിലും കരയാം, അങ്ങനെയും പറയാം. അവർക്ക് അങ്ങനെ ഒരു കരയുന്നതിൽ അങ്ങനെ ഒരു ചമ്മലോ കാര്യങ്ങളോ എന്തിനപ്പോൾ കരയാൻ വേണ്ടി, കരയുന്നതൊക്കെ ആ ഒരു സെൻസിലെടുത്താൽ പോരെ, അങ്ങനെ ചിന്തിക്കാനും വഴിയുണ്ട്. ഓക്കെ, എന്നെനിക്ക് തോന്നുന്നു തീരെ കരയാത്തത് അല്ലെങ്കിൽ 8 ആയിരിക്കും. ഓക്കെ, അപ്പൊ അവരുടെ ബ്രേക്കപ്പിൽ ഡയറക്റ്റ് ഞാൻ വരാം. അതായത് 8 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ബ്രേക്കപ്പ് ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരൊരിക്കലും എന്ത് ചെയ്യില്ല, തകർന്നതായിട്ട് നടിക്കില്ല. ഒരു 1ന്റെ ഒരു സിമിലാരിറ്റി ഇവർക്ക് കാണാം. ഓക്കെ, തീരെ തകർന്ന ഒരവസ്ഥ കാണിക്കേയില്ല. മാത്രമല്ല റിവെഞ്ച് മെന്റാലിറ്റി ഇവർക്ക് കൂടുതലാണ്. ഉദാഹരണത്തിന് 8 എന്ന് പറയുന്ന പേഴ്സണാലിറ്റിക്ക് ഒരു ബ്രേക്കപ്പ് വന്നു, അതൊരു മെയിൽ ആവാം ഫീമെയിൽ ആകാം. ഓക്കെ, അപ്പൊ ഈ ഒരു പേഴ്സണാലിറ്റിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, തന്നോട് ദേഷ്യം, ആ വ്യക്തിയോട് ഭയങ്കര ദേഷ്യം. ഓക്കെ, അപ്പോൾ അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാം. ആ വ്യക്തി കല്യാണം നടത്താൻ പോകുന്ന സമയത്ത് മണ്ഡപത്ത് കയറി അലമ്പുണ്ടാക്കാം, അവിടെ കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നീ ഒരു കാലത്തും സമാധാനം ജീവിക്കത്തില്ല, ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, നീ നോക്കിക്കോ, നീ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വഷളാക്കാൻ സാധ്യത കൂടുതലാണ് അവർക്ക്. അത് കൂടുതൽ വഷളാക്കും. ഇപ്പൊ ഭയങ്കര അഗ്രസീവാണ് ഇവര്. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ എന്തൊക്കെ സംഭവിക്കാന്നുള്ളത്, അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിക്ക് എന്തൊക്കെ നെഗറ്റീവ്സിലേക്ക് പോവാന്നുള്ളത് അവർ ആ രീതിയിലായിരിക്കും അതിനെ കാണുന്നുണ്ടാവുക. ഭയങ്കര ദേഷ്യമായിരിക്കും അവർക്ക് വരിക. എക്സ്പ്രസ് ചെയ്യും, ഉള്ളിൽ വെക്കത്തില്ല.
എന്നാൽ നേരെ മറിച്ച് 9 ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവർ ഈ സാധനം എന്ത് ചെയ്യും, ഉള്ളിൽ ഹോൾഡ് ചെയ്യും. ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ പ്രവർത്തിക്കാനും അത് ചെന്ന് കൊളാക്കാനും അവിടെ ചെന്ന് ചോദിക്കാനും ഇതിനൊക്കെ ഉള്ളൊരു തോട്ട് ഉള്ളിൽ കിടക്കുന്നുണ്ട്. കാരണം ഇവർ ശാന്തപ്രകൃതരായിട്ടുള്ള ആളുകളാണ്. ഇവർക്ക് ബ്രേക്കപ്പ് വരുന്ന സമയത്ത് ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ചോദിക്കണം, റിവെഞ്ച് ചെയ്യണം, ഇങ്ങനെയൊക്കെ തോന്നും. ഒന്നും ചെയ്യൂല. ഓക്കെ, അവരെന്ത് ചെയ്യും, ഒന്നും മിണ്ടാതെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് പിന്നെ അവർ ചിന്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സൈലൻസും ഈ ഒരു ഇന്നസെൻസും കണ്ടിട്ട് അവരെന്നെ തിരിച്ചറിയട്ടെ, റിട്ടേൺ വരട്ടെ എന്നൊക്കെ ചിന്തിച്ചേക്കാം. എന്നാൽ അവരങ്ങനെ ഓവറായിട്ട് അഗ്രസീവ് ആകാനുള്ള സാധ്യത കുറവായിരിക്കും. ഹീൽഡ് ആവുക എന്നുള്ളൊരു പോസിബിലിറ്റി എങ്ങനെയാണ്? 9നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു 9 ഒരു നമ്മൾ അരണേനെ എക്സാമ്പിൾ ചെയ്യുന്നത് പോലെയാണ്, മറവി കൂടുതലുള്ള ആളുകൾ. മനസ്സിലായോ? അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ നെവർ മൈൻഡ് ആക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. കാര്യങ്ങൾ ലേസിയാണ് ഇവർ കുറച്ച് പേഴ്സണലി. അവർ കുറെ കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യാം. ഇടയ്ക്ക് അവർക്ക് ഓർമ്മകൾ വരുമല്ലോ, പല കാര്യങ്ങളും എൻഗേജ് ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അത് ഓർമ്മ വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാത്ത പക്ഷെ അവർ വേറെ എന്തൊക്കെയോ ഇതിലായിരിക്കും, ഭയങ്കര സീരിയസ് അല്ലാത്ത ഒരാളാണ്. അപ്പൊ അവർ ചുമ്മാ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് തന്നെയാണ് അവരുടെ ഒരു ഹീലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അങ്ങനെ അവർക്ക് ഒരു ഹീലിംഗ് കിട്ടും. നേരെ മറിച്ച് അതിന് നെഗറ്റീവ് ഉണ്ട്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ ചിന്തകൾ വരികയും ചെയ്യാം. ഓക്കെ, അവർക്കൊരു പ്രോപ്പർ കൗൺസിലിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ 8 കൗൺസിലിങ്ങിനൊക്കെ റെഡി ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അവിടെ ചെന്ന് ചോദിക്കണം, കലിപ്പ് തീരുന്നില്ല എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ 9 പേഴ്സണാലിറ്റിനെ കുറിച്ച് നമ്മളിപ്പോൾ ബ്രേക്കപ്പ് എങ്ങനെ ഫേസ് ചെയ്യണം നമ്മൾ പറഞ്ഞല്ലോ. ഇതിൽ നമുക്ക് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈസിലി ഒരു പക്ഷെ അനുമാനിക്കാൻ പറ്റും ഈ 9 പേഴ്സണാലിറ്റിയിൽ നോ പറയാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പേഴ്സണാലിറ്റി എന്താണെന്ന് സാറ് പറഞ്ഞിരുന്നു. യെസ്, അതായത് നമ്മളിപ്പോൾ ഒരു ഫൈനൽ കൺക്ലൂഡേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ശരിക്ക് 9 മുഖങ്ങൾ. ഈ 9 ആളുകളും നമ്മുടെ ചുറ്റുപാടിലുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ റാൻഡം ആയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും അവർ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായാൽ മാത്രം പോരാ, അവരെ മനസ്സിലാക്കി കൊടുക്കുകയും കൂടെ വേണം. ഈ 2 റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് മുഖങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെയൊക്കെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇവരിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളുകളെ 2 ആണ്. ഇവർക്ക് തന്നെയാണ് നോ പറയാൻ ഏറ്റവും ബുദ്ധിമുട്ട്. ഓക്കെ, 2 എന്ന് പറയുന്ന പേഴ്സണാലിറ്റിക്കാണ് ആ ഒരു ബുദ്ധിമുട്ട്. അല്ലാത്ത പക്ഷം എല്ലാ പേഴ്സണാലിറ്റിക്കും ബേസിക്കലി ഇത്തരത്തിലുള്ള ചില വീക്കുകളുണ്ട്. ഇപ്പോൾ 2ന്റെ സെയിം വീക്കുകൾ 6-നുണ്ട്. ഇങ്ങനെ സിമിലർ ആയിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ യെസ്, പിന്നെ നമ്മൾ ലാസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന ഈ 9 പേഴ്സണാലിറ്റിക്കും സിറ്റുവേഷനിലായിട്ട് മാറ്റങ്ങൾ സംഭവിക്കും. ഈ മാറ്റങ്ങളാണ് നമ്മൾ ഈ പേഴ്സണാലിറ്റി സൈക്കോളജി എനിഗ്രാമിലൊക്കെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ ഇവർക്ക് ഇതിന്നൊക്കെ പുറത്തു വരാം, അവരുടെ യാഥാർത്ഥ്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം. ചിലപ്പോൾ നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വ്യക്തിത്വത്തിലായിരിക്കും നിലനിൽക്കുന്നുണ്ടാവുക. ഇവിടെ നിന്നൊക്കെ പുറത്തേക്ക് വരാനുള്ളൊരു ടൂളും കൂടിയാണ്. അപ്പോൾ അടുത്ത പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ കണ്ടിന്യൂസ് ഡിസ്കഷൻ ആവാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. കാരണം നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ പഠിക്കുകയാണ്. എനിഗ്രാം എന്ന് പറഞ്ഞൊരു ടൂൾ ഉപയോഗിച്ച് നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയോ? ഓക്കെ, താങ്ക് യു.